പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, CPIM-ൻ്റെ 24ാം പാർട്ടി കോൺഗ്രസ്സിന് മുന്നോടിയായിട്ടുള്ള സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് മാർച്ച് മാസം 6-ാം തീയതി മുതൽ 9-ാം തീയതി വരെ നടക്കുകയാണ്. 30 വർഷക്കാലത്തിന് ശേഷം കൊല്ലം ആതിഥ്യമരുളുന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം വിപുലമായ വ്യത്യസ്തമായ പരിപാടികളോടുകൂടി നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ ജില്ലയിൽ 100-ലധികം സെമിനാറുകളാണ് നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത്. ഒട്ടേറെ സെമിനാറുകൾ നടന്നു കഴിഞ്ഞു. ഇനിയും സമ്മേളനം നടക്കുന്ന ഘട്ടം വരെയും വിവിധ മേഖലകളിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ടുള്ള സെമിനാറുകൾ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് വന്യജീവി ആക്രമണവും കാർഷിക മേഖലയും എന്ന വിഷയത്തെ മുൻനിർത്തി സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി പത്തനാപുരത്ത് വെച്ച് ഈ സെമിനാർ സംഘടിപ്പിക്കുന്നതിന് തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് കേരളത്തെയും രാജ്യത്തെയും സംബന്ധിച്ച് ഏറ്റവും ജനങ്ങൾ ചർച്ച ചെയ്യുന്ന കാർഷിക മേഖലയെയും കർഷകനെയും ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമായി വന്യജീവി ആക്രമണം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അത് ആനയുടെ ആണെങ്കിലും പന്നിയുടെ ആണെങ്കിലും മറ്റ് ജീവികളുടെ എല്ലാം കൃഷി നശിപ്പിക്കുന്ന രീതി വളരെ ഗൗരവമായി തുടരുന്നു എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇന്ന് മനുഷ്യജീവന് ഹാനി വരുത്തുന്ന നിലയിലൂടെ ഈ ആക്രമണം മാറുകയാണ്. കൊല്ലം ജില്ലയിലാണെങ്കിൽ മാങ്കോട് മുതൽ തുടങ്ങി കടയ്ക്കൽ, ചിതറ വരെയുള്ള ജില്ലാ അതിർത്തി ഏതാണ്ട് 40 കിലോമീറ്ററോളം വനം മേഖലയുടെ അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് നമ്മുടെ ജില്ല. അതുകൊണ്ട് തന്നെ വനമേഖലയോട് ചേർന്ന് താമസിക്കുന്ന ആളുകൾക്കാണ് നേരത്തെ വന്യജീവികളുടെ പ്രശ്നം ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് പട്ടണപ്രദേശങ്ങളിലേക്കും വന്യജീവികൾ വ്യാപിക്കുന്ന നിലയിലേക്ക് എത്തിച്ചേർന്നു. പത്തനാപുരം ടൗണിൽ പോലും ഇന്ന് പന്നിയുടെ ആക്രമണമുണ്ട്. മയിലാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു നിത്യ സന്ദർശകരായി മാറിയിരിക്കുകയാണ്. 1, 2, 3 ഒന്നുമല്ല, ഇഷ്ടം പോലെ. അപ്പം പയർ കൃഷി ചെയ്യുന്ന, പാവൽ കൃഷി ചെയ്യുന്ന ഒക്കെ കർഷകർക്കെല്ലാം വളരെ വലിയ നാശനഷ്ടമാണ് ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാർ തുടർന്നു വരുന്ന വന്യജീവി നിയമത്തിൽ മാറ്റം വരുത്താൻ പാടില്ല എന്ന കടുംപിടുത്തത്തിൻ്റെ ഭാഗമായി ഇപ്പോഴും ഈ മേഖലയിൽ ഒരു പരിഹാരവും ഉണ്ടാക്കാനാകാതെ ജനങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ വിഷയത്തിൻ്റെ കൂടുതൽ മേഖലകളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ആളുകളാണ് ഇവിടെ പങ്കെടുക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ സെമിനാറിൻ്റെ മോഡറേറ്ററായിരിക്കുന്നത് സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗം ശ്രീ ജിജു പി അലക്സ് സാറാണ്. ഈ പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ തന്നെ വളരെ സന്തോഷപൂർവ്വം ഈ പരിപാടി പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന സംസ്ഥാന പ്ലാനിംഗ് ബോർഡിൽ കൃഷിയുടെ ചുമതലയുള്ള പ്ലാനിംഗ് ബോർഡ് മെമ്പർ ജിജു പി അലക്സ് സാറിനെ ഏറെ സന്തോഷത്തോടെ ഈ സെമിനാറിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ ബഹുമാന്യനായ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അവറുകളാണ്. വളരെ നേരത്തെ തന്നെ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നു. കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ പുതിയ ആശയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് സഹായകരമായ ഒട്ടേറെ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അവറുകളെ ഏറെ ബഹുമാനാദരവുകളോടെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ വിഷയാവതരണം നടത്തുന്നത് കേരള കർഷക സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് വത്സൻ പനോളി അവറുകളാണ്. അദ്ദേഹം കല്ലിൻകടവിൽ എത്തിയിട്ടുണ്ട്. ഇവിടോട്ട് കയറി വരുന്ന താമസം മാത്രമേ ഉള്ളൂ. സഖാവ് വത്സൻ പനോളിയെ ഏറെ സ്നേഹത്തോടെ ഈ സമ്മേളനത്തിലേക്ക്, സെമിനാറിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തുന്നത് കേരള ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനാണ്. അദ്ദേഹവും ക്ഷണിച്ച ഉടനെ തന്നെ
ഈ സെമിനാറിൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നു. അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ ഈ സെമിനാറിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന CPIM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് കെ രാജഗോപാൽ സഖാവിനെ ഏറെ സ്നേഹത്തോടെ ഈ സെമിനാറിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവും ഈ സംഘാടക സമിതിയുടെ പ്രസിഡൻറ്റുമായ സഖാവ് B. അജയകുമാറിനെ ഈ സെമിനാറിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് N. ജഗദീശനെ ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സഖാവ് H. നജീബ് മുഹമ്മദിനെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ സംഘാടക സമിതിയുടെ കൺവീനർ ബിനു ഡാനിയൽ സാർ ഉൾപ്പെടെ ഇവിടെ പങ്കെടുക്കുന്ന പാർട്ടി നേതാക്കന്മാർ, അതുപോലെ തന്നെ ബ്ലോക്ക് പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, ഈ സെമിനാറിൽ കേൾക്കാനും ഒക്കെയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മറ്റ് എല്ലാ ബഹുജനങ്ങളെയും സഖാക്കളെയും സുഹൃത്തുക്കളെയും ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. കർഷക സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് വത്സൻ പനോളി അദ്ദേഹത്തിന് സ്വാഗതം പറഞ്ഞ് തീരുന്നതിന് മുമ്പ് വന്നു എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി. ആദരണീയനായ കേരളത്തിൻ്റെ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ P. പ്രസാദ്, സഹ വത്സൻ പനോളി, അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, അഡ്വക്കേറ്റ് ബിജു കെ മാത്യു, സഹ കെ രാജഗോപാൽ, സഹ ജഗദീശൻ, നജീബ് മുഹമ്മദ്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ടവരെ, കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഇന്ന് നമ്മുടെ ഈ സെമിനാറിൻ്റെ പ്രമേയമായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്നിപ്പോൾ ടെലിവിഷൻ തുറന്നാലും ഏറ്റവും അവസാനം കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. നാളത്തെ പത്രങ്ങളിലെയും പ്രധാനപ്പെട്ട തലക്കെട്ട് വന്യജീവി സംഘർഷവുമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. ഇതിനെ പല രീതിയിൽ നമ്മൾ കാണുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? സാധാരണഗതിയിൽ ഈ പ്രശ്നം വരുമ്പോൾ ആദ്യം വിരൽ ചൂണ്ടപ്പെടുന്നത് നമ്മളെല്ലാവരും ചെയ്യുന്നത് പോലെ സർക്കാരുകളുടെ നേരെയാണ്. സർക്കാരിൻ്റെ അനാസ്ഥ കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നം മാത്രമാണോ? നിയമങ്ങളിൽ കാര്യമായിട്ടുള്ള പൊളിച്ചെഴുത്ത് നടത്തി കഴിഞ്ഞാൽ ഈ പ്രശ്നത്തെ നമുക്ക് സമ്പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയുമോ? അതോ വേറെ ഏതെങ്കിലും കാരണം കൊണ്ടാണോ ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് വളരെ വസ്തുനിഷ്ഠമായി പരിശോധിക്കേണ്ട ഒന്നാണ്. പലപ്പോഴും വാർത്തകൾ കാണുമ്പോൾ നമുക്ക് തോന്നുക കേരളത്തിൽ മാത്രമുള്ളൊരു പ്രശ്നമാണ് ഇതെന്നാണ്. ഒരിക്കലുമല്ല. എവിടെയൊക്കെ വന്യജീവികളുണ്ടോ, വനങ്ങളുണ്ടോ, അവിടെയെല്ലാം അടിക്കടി ഈ പ്രശ്നം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ആഫ്രിക്കയിലും അതുപോലെ തന്നെ തെക്കൻ അമേരിക്കയിലും മറ്റ് പ്രദേശങ്ങളിലുമൊക്കെ വലിയ തോതിൽ വന്യമൃഗ സംഘർഷം, മനുഷ്യ വന്യമൃഗ സംഘർഷം വർദ്ധിച്ചു വരുന്നുണ്ട്. പല കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്, നമുക്കൊക്കെ അറിയാവുന്നതുപോലെ. ഒന്ന്, വലിയ തോതിലുള്ള വനവിസ്തൃതി വർദ്ധിക്കുന്നത് ഒരു കാരണമായിട്ട് ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം വനവിസ്തൃതി വർദ്ധിക്കാതിരിക്കലാണ് ഇതിന് പരിഹാരം. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത് സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ കുഴപ്പമായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. സംരക്ഷണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് കരുതുന്നവരുണ്ട്. എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യനെ ആത്യന്തികമായി അത് ബാധിക്കുന്നു. മനുഷ്യൻ്റെ ജീവസന്ധാരണത്തെ അത് വലിയ തോതിൽ പ്രതികൂലമായി ബാധിക്കുന്നു. നിയമങ്ങളിൽ തടസ്സങ്ങളുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ പറയുന്ന പ്രശ്നത്തെ പൂർണ്ണമായിട്ട് നമുക്ക് പരിഹരിക്കാൻ കഴിയും എന്ന വിശ്വാസം എത്രത്തോളം വസ്തുനിഷ്ഠമാണ് എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തിപരമായി എനിക്ക് ചില സംശയങ്ങളുണ്ട്. അതിനുമപ്പുറത്തേക്ക് തികച്ചും ശാസ്ത്രീയമായ വിധത്തിൽ ഇതിനെ നമ്മൾ സമീപിക്കേണ്ടതായിട്ടുണ്ട്. മോഡറേറ്റർ എന്ന രീതിയിൽ ഈ പ്രഭാഷണങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഈ കാര്യങ്ങൾ ക്രോഡീകരിക്കാം എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വളരെയധികം എഴുതപ്പെടുകയും വായിക്കപ്പെടുകയും ഗവേഷണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു വിഷയമാണ്
വന്യമൃഗ മനുഷ്യ സംഘർഷം, അതിൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ച് കുറച്ച് കൂടുതൽ എനിക്ക് ചിലപ്പോൾ പറയാൻ കഴിഞ്ഞിരിക്കും. നിയമപരമായ കാര്യങ്ങളെക്കുറിച്ച് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ സംസാരിക്കും. ബഹുമാനപ്പെട്ട മന്ത്രിയും അതുപോലെ തന്നെ സഖാവ് വത്സൻ പനോളിയും കർഷകരുടെ പ്രശ്നങ്ങൾ നേരിട്ട് അറിയുകയും അതിൽ നയപരമായ തീരുമാനമെടുക്കുകയും ചെയ്യുന്നവരാണ്. അവർക്ക് അതിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ കഴിയും. ഈ പറയുന്ന വിവിധ കോണുകളിൽ നിന്നുള്ള ഈ വിഷയത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടുകൾ സ്വാംശീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ സെമിനാറിൻ്റെ ലക്ഷ്യം. അത് വെറും കുറ്റം ചാരലല്ല, മറിച്ച് എന്തുകൊണ്ടിത് ഇപ്പോഴത്തെ കാലാവസ്ഥാ മാറ്റത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ സംഭവിക്കുന്നു എന്നുള്ളത്, നിയമപരമായി എന്ത് തരത്തിലുള്ള മാറ്റങ്ങളാണ് വരേണ്ടത് എന്നുള്ളത്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എന്തൊക്കെ നടപടികൾ സ്വീകരിക്കപ്പെടണം എന്നുള്ളത്, ശാസ്ത്ര സമൂഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത്, പുതിയ സാങ്കേതിക വിദ്യകൾ ഏതൊക്കെ വിധത്തിൽ വികസിപ്പിക്കാൻ കഴിയും എന്നുള്ളത് എന്നിങ്ങനെ ബഹുമുഖ മാനങ്ങളുള്ള ഒരു പ്രശ്നമാണ്. ഓരോരുത്തരെയായി ക്ഷണിക്കുകയാണ്. ആർക്കും സമയക്രമമൊന്നും നിശ്ചയിക്കുന്നില്ല. എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചും അവരവരുടെ സൗകര്യത്തിനനുസരിച്ചും സ്വയം നിശ്ചയിക്കുന്ന പ്രകാരം സമയം ഉപയോഗിച്ച് സംസാരിക്കണം എന്നാവശ്യപ്പെടുകയാണ്. ഏറ്റവും ആദ്യം ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഏറ്റവും ആദരണീയനായ കേരളത്തിൻ്റെ കൃഷിവകുപ്പ് മന്ത്രിയെ ക്ഷണിക്കുന്നു. ഏറെ പ്രിയങ്കരനായ മോഡറേറ്റർ ശ്രീ ജിജു പി അലക്സ്, വിഷയാവതരണം നടത്തുന്ന കേരള കർഷക സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആദരണീയനായ സഖാവ് വത്സൻ പനോളിയും, ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തുന്ന പ്രിയ സുഹൃത്ത് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, CPI-എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ആദരണീയനായ സഖാവ് കെ രാജഗോപാൽ, ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് എൻ ജഗദീശൻ, ഈ സംഘാടക സമിതിയുടെ സെമിനാർ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ പ്രിയപ്പെട്ട സുഹൃത്ത് അഡ്വക്കേറ്റ് ബിജു കെ മാത്യു, സഖാവ് ബിനു ഡാനിയേൽ, സഖാവ് എച്ച് നജീബ് മുഹമ്മദ്, സഹക സംഘത്തിൻ്റെ പ്രസിഡൻറ്റ് സഖാവ് ബി അജയകുമാർ, വേദിയിലും സദസ്സിലുമെല്ലാമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, CPI-എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ് 24ാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ ചേരുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുന്നത്. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം കൊല്ലത്തെ സംസ്ഥാന സമ്മേളനം എത്തുന്നു എന്നുള്ളതിൽ കൊല്ലത്തെ CPI-എം സഖാക്കൾ വളരെയധികം ആവേശത്തിലും സന്തോഷത്തിലുമാണ് എന്ന് ഈ സെമിനാറും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആവേശത്തിൻ്റെ കൊടുമുടിയിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് സഖാക്കളെയും എത്തിക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഈ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കട്ടെ. സെമിനാർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത്. വന്യജീവി ആക്രമണത്തിൻ്റെ പ്രശ്നം. അടുത്ത ദിവസങ്ങളിലാണെങ്കിൽ മാധ്യമങ്ങളിലെല്ലാം നമ്മൾ കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്തത് ഈ പ്രശ്നത്തെക്കുറിച്ച് തന്നെയാണ്. കാലങ്ങളായി ഇതുണ്ട് എന്നൊക്കെ നമുക്ക് പറയാം. മനുഷ്യൻ ആദിമകാലം മുതൽ തന്നെ മൃഗങ്ങളുമായി ഇടപഴകിയും മൃഗങ്ങളുമായി സംഘർഷത്തിലേർപ്പെട്ടും ഒക്കെയാണ് ജീവിച്ചു വന്നതെന്നൊക്കെ നമുക്ക് പറയാം. ഡോക്ടർ ജിജു പി അലക്സ് പറയുമ്പോൾ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്നതിനും പറഞ്ഞു. ഇപ്പം നമ്മുടെ മുമ്പിൽ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷത്തിനപ്പുറത്തേക്ക് വന്യമൃഗ ആക്രമണം എന്ന തരത്തിലേക്ക് തന്നെ, വന്യജീവി ആക്രമണം എന്ന തരത്തിലേക്ക് ഇപ്പോൾ അത് എത്തിച്ചേർന്നത്. അതുകൊണ്ടാണ് സെമിനാറിൻ്റെ വിഷയവും തന്നെയും മനുഷ്യ വന്യജീവി സംഘർഷം എന്നല്ല, വന്യജീവി ആക്രമണം എന്നാണ്. ഒരു വലിയ പ്രതിസന്ധി നമ്മുടെ കാർഷിക മേഖലയ്ക്കത് ഉണ്ടാക്കിയിരിക്കുകയാണ്. നമ്മുടെ കാർഷിക മേഖലയ്ക്ക് കുറേയേറെ മെച്ചങ്ങളുണ്ട്. അതിലൊന്ന് നമ്മളുടെ കാലാവസ്ഥ, നമ്മുടെ മണ്ണിൻ്റെ പ്രത്യേകത, നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ പ്രത്യേകത. ഇതെല്ലാം ഏറ്റവും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരിടമാണ് കേരളം എന്നതിൻ്റെ ഘടകങ്ങളാണ്. മറ്റേത് പ്രദേശത്തെക്കാളും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ അതിൻ്റെ അനുഭവങ്ങൾ പറയുന്നില്ല. ഇവിടേക്ക് തന്നെ ഇപ്പം ചക്കയ്ക്ക് വേണ്ടിയിട്ട് എന്നെ കാണാൻ ആന്ധ്രയിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട്. കുറച്ച് ചക്ക വേണം. അപ്പം ഞാൻ അങ്ങ് ചിരിച്ചു പോയി. ചക്കയ്ക്ക് വേണ്ടി ഒരു മന്ത്രിയുടെ ശുപാർശയൊന്നും വേണ്ടതില്ല എന്നെനിക്ക് തോന്നി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് അവിടെ കിട്ടുകയില്ലേ?
കാരണം ഇപ്പോൾ നിങ്ങൾ തന്നെ വെക്കുന്നുണ്ടാവുമെന്ന് എനിക്ക് അറിയില്ലേ, 2 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന 3 കൊല്ലം 2.5 കൊല്ലം കൊണ്ട് 3 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന വിയറ്റ്നാം എയർലി നമ്മൾ നേരത്തെ എന്ന് തന്നെയാണ്. നമ്മൾ സാധാരണ പ്ലാവിനേക്കാൾ വളരെ നേരത്തെ തന്നെ കായ്ക്കുന്ന ചക്ക കിട്ടുന്ന പ്ലാവുകൾ വളരെ ചെറിയ ഇതിൽ തന്നെ ഒരാൾ പൊക്കം എത്തുമ്പോഴേക്കും നിറച്ചിങ്ങനെ ചക്കയായിട്ട്. അപ്പോൾ ഈ വിയറ്റ്നാം എയർലി കേരളത്തിലും വ്യാപകമായിട്ടുണ്ട്. ഇത് ആന്ധ്രയിലും ഉണ്ടാവുക തന്നെ ചെയ്യും എന്നുള്ളത് കൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് അവിടെ ഈ പ്ലാവ് ഇല്ലേ, ചക്ക കിട്ടില്ലെന്ന്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്, പക്ഷേ ഏറ്റവും ഗുണമേന്മയുള്ളത് കേരളത്തിൽ നിന്ന് ലഭ്യമാകുന്നതിനാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു സവിശേഷമായ പ്രത്യേകതയാണ്. അപ്പോൾ കർഷകന് മെച്ചപ്പെട്ടൊരു വരുമാനമൊക്കെ ലഭ്യമാക്കാൻ നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ നമ്മുടെ മഴക്കാലം, നമ്മുടെ കാലാവസ്ഥ, നമ്മുടെ പശ്ചിമഘട്ടം, നമ്മുടെ മണ്ണിൻ്റെ ഘടന, ഇതെല്ലാമാണ്. നമുക്ക് കുറേ പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികളിൽ പ്രകൃതിക്ഷോഭങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ചൂട് കൂടുന്നത്, ഇതൊക്കെ ഒപ്പം അതിനേക്കാൾ വലിയൊരു പ്രതിസന്ധിയായി ഇപ്പോൾ വന്ന് നിൽക്കുന്നത് വന്യജീവികളുടെ ആക്രമണമാണ്. കേരളത്തിൽ കാടില്ലാത്ത ഒരേ ഒരു ജില്ല മാത്രമേ ഉള്ളൂ. ആ ജില്ലയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഒറ്റ ജില്ലയിൽ മാത്രമേ കാടില്ലാത്തതായിട്ട് ഉള്ളൂ, അത് ആലപ്പുഴ ജില്ലയാണ്. ബാക്കി എല്ലായിടത്തും കാടുള്ള ജില്ലയാണ്. ഇപ്പം ഇവിടുത്തെ പ്രശ്നത്തെക്കുറിച്ച് വളരെ ഗൗരവതരമായ പ്രശ്നമാണ്, രൂക്ഷമായ പ്രശ്നമാണ് എന്നെല്ലാം നമ്മുടെ സഹവാജയനോ അല്ലെങ്കിൽ ബിജുവോ, ഇനി എന്തിന് രാജഗോപാലേട്ടൻ തന്നെയും പറഞ്ഞാലും നിങ്ങളെല്ലാവരും കാടുള്ള ജില്ലയിലാണ് നിൽക്കുന്നതെന്നൊരു സമാധാനം വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷേ ആലപ്പുഴയിൽ കാടില്ല. ആലപ്പുഴയുടെ ഒരു മേഖല ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലൊന്ന് കാട്ടുപന്നിയുടേതാണ്. കാട്ടുപന്നിക്ക് വിസയും പാസ്പോർട്ടും ഒന്നും വേണ്ട എന്നുള്ളതുകൊണ്ടും വണ്ടിക്കൂലി പോലും മുടക്കണ്ട ഇല്ല എന്നുള്ളതുകൊണ്ടും ഈ കിഴക്കൻ മലകളിൽ നിന്നും വനങ്ങളിൽ നിന്നും നിർബാധം അത് പടിഞ്ഞാറൻ നാടുകളിലേക്ക് എത്തി ഇപ്പോൾ ആലപ്പുഴയുടെ ഭാഗത്തെയും ഒരു പ്രശ്നമാണ്. കൃഷി നശിപ്പിക്കുന്നു, മനുഷ്യരുടെ ജീവന് ബുദ്ധിമുട്ടാവും തരത്തിലേക്ക് എത്തുന്നു. കൃഷിയിൽ നിന്ന് ഈ പ്രശ്നം വരുമ്പോൾ നഷ്ടം സഹിക്കവയ്യാണ്ട് ആരോഗ്യത്തിനു കൂടി അപകടകരമായിത്തീരുന്നു, ജീവന് കൂടി ഭീഷണിയായി തീരുമ്പോഴേക്കും കർഷകർ കൃഷിയിടത്തിൽ നിന്ന് മാറുന്ന അവസ്ഥ ഉണ്ടാവുക. ഇത് ഒരു അപകടകരമായ സ്ഥിതിവിശേഷമാണ്. ഈ ഗൗരവത്തിൽ വേണം നമ്മളിതിനെ കണക്കാക്കാൻ. ഇത് ഏതെങ്കിലും ഒരാൾക്കാർ ചെയ്യുന്നവരാണ് സമാധാനം പറയും. ശരിക്കും തീർച്ചയായിട്ടും സമാധാനം അല്ലെങ്കിൽ ഉത്തരവാദിത്വം പറയേണ്ടതിനും ഇടപെടേണ്ടതിൻ്റെയും ഒരു ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റുകയില്ല. അതിൻ്റെ ഭാഗമായി തന്നെ ഈ പന്നിയുടെ കാര്യത്തിൽ തന്നെ, പന്നിയാണ് ഞങ്ങളുടെ അല്ലെങ്കിൽ ആലപ്പുഴയുടെ ചില മേഖലകളിൽ, ഇപ്പം കുട്ടനാടിൻ്റെ ചില ഭാഗങ്ങളിൽ പോലും ഇപ്പോൾ അതിൻ്റെ പ്രശ്നം വരികയാണ്. ഇപ്പം മാവേലിക്കര, കാർത്തികപ്പള്ളി, ചെങ്ങന്നൂർ താലൂക്കുകളുടെ ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ ഈ പ്രശ്നമുണ്ട്. അപ്പോൾ അവിടെ ഈ പന്നിയുടെ പ്രശ്നം വരുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് തന്നെ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു ഇതിനെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണം എന്ന്. ഒരു കാരണവശാലും ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്ന നിലപാടാണ് കേന്ദ്രം കൈക്കൊണ്ടത്. അതിനുശേഷം ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ക്യാബിനറ്റിൽ ഒരിക്കൽ വന്ന ഒരു അജണ്ട ഈ കാര്യത്തിൽ ഇടപെടലായിരുന്നു. ആ ഇടപെടൽ അനുസരിച്ചിട്ട് ഇപ്പം എൻ്റെ നാട്ടിലൊരു അനുഭവം ഞാൻ അത് പറയാം. ഞങ്ങളുടെ നാട്ടിൽ ഈ പന്നിയുടെ പ്രശ്നമെല്ലാം വന്നപ്പോൾ വനംവകുപ്പുകാരെ അടുക്കണം. ഈ ആലപ്പുഴ ജില്ലയിൽ അധികം വനംവകുപ്പിന് ഓഫീസൊന്നുമില്ല, സോഷ്യൽ ഫോറസ്ട്രിക്കാണ് ആലപ്പുഴയിലുള്ളത്. അപ്പോൾ ആലപ്പുഴക്കാർ സമീപിക്കേണ്ടത് റാന്നി DFO ഓഫീസിനെയാണ്. അപ്പോൾ ഈ കാട്ടുപന്നിയുടെ വലിയ പ്രശ്നമായി ഞാൻ തന്നെ വനംവകുപ്പ് മന്ത്രി നമ്മുടെ രാജു സാറിനെ തിരുവനന്തപുരത്ത് കണ്ട് റാന്നി DFO അടുത്തെല്ലാം പറയിച്ച് റാന്നി DFOയെ ഞാനും വിളിച്ച് അങ്ങനെ അവസാനം അവർ അവിടെ വന്നു. ആ പഞ്ചായത്തിൽ വന്ന് ഇതെല്ലാം നോക്കി മനസ്സിലാക്കിയിട്ട് ഒരു ജനകീയ സമിതി ഉണ്ടാക്കി, ജാഗ്രതാ സമിതി. പഞ്ചായത്തിലെ മുഴുവൻ പഞ്ചായത്ത് മെമ്പർമാരുൾപ്പെടെയുള്ളവരെ ചേർത്ത് ഒരു ജാഗ്രതാ സമിതി ഉണ്ടാക്കിയിട്ട് ഈ ജാഗ്രതാ സമിതി ഉണ്ടായിട്ടൊന്നും പന്നി പോകത്തില്ലല്ലോ, പന്നി അറിയുന്നില്ലല്ലോ ജാഗ്രതാ സമിതി ഉണ്ടായിട്ടുണ്ടോ, പിന്നെ പോയി വനം മന്ത്രിയെ നമ്മൾ കണ്ടിട്ടുണ്ടോ എന്നൊന്നും പറയാം. അതെല്ലാം പന്നി അവിടെ കയറുന്നു, അത് താവളം ഉണ്ടാക്കുന്നു, ഭക്ഷണം കിട്ടുന്നു. അതിൻ്റെ കാട്ടിലൊക്കെ വേഗതയിൽ അടുത്ത ഒരുപാട് തലമുറകളെ അതുണ്ടാക്കുകയും ചെയ്യും. അരിത്മെറ്റിക് പ്രോഗ്രഷൻ അല്ല, ജോമെട്രിക് പ്രോഗ്രഷനാണ് പന്നി പെറ്റുകൂട്ടുന്നത് എന്നുള്ളത് വേറെ കഥ, അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത് വന്നു. ഇപ്പോൾ വെടിവെക്കാനുള്ള ആളിനെ ഞാൻ തന്നെ റാന്നിയിലുള്ള ചില ആൾക്കാരോടൊക്കെ സംസാരിച്ചു. ചിലരൊക്കെ പോകാൻ തയ്യാറായപ്പോൾ ചിലർ പറഞ്ഞു വലിയ കേസാണ്, പോകുന്നൊക്കെ സൂക്ഷിച്ചോണം എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാം പിൻവാങ്ങി. വനംവകുപ്പുകാരെ തന്നെ സമീപിച്ചു. നമ്മളൊക്കെ ചില സമ്മർദ്ദങ്ങളൊക്കെ ചെലുത്തിൻ്റെ പേരിൽ വനംവകുപ്പുകാർ തന്നെ വന്നു. ഒരാഴ്ച കാലം എൻ്റെ നാട്ടിലുള്ളവരെല്ലാം രാത്രിയിൽ വനംവകുപ്പുകാർക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്.
വനം വകുപ്പുകാർ ഒരു വഴി കൂടി പോകും, പന്നി വേറൊരു വഴി കൂടെ പോകും. ഒരു പന്നിയെ പോലും പിടിക്കാൻ പറ്റുകയില്ല, അല്ലെങ്കിൽ വെടിവെച്ചിടാൻ പറ്റിയതും ഇല്ല. നോക്കൂ, റാന്നിയിൽ നിന്നാണ് എത്രയോ കിലോമീറ്റർ അപ്പുറത്തേക്ക് വരുന്നത്. ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള ചില തടസ്സങ്ങളായിരുന്നു. ആ തടസ്സങ്ങൾ മാറ്റിക്കൊണ്ടാണ് ഈ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, ഇതിനുള്ള ഒരു ഓണററി DFO അല്ലെങ്കിൽ ഈ വാർഡൻ എന്നുള്ള ഒരു പദവി നമ്മൾ ചില ആൾക്കാർക്ക്, ചില സിനിമാ താരങ്ങൾക്കൊക്കെ പട്ടാളത്തിലെ ചില ക്യാപ്റ്റൻ്റെ ഓണററി ക്യാപ്റ്റനായിട്ടൊക്കെ നിശ്ചയിക്കുന്നത് പോലെ നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡൻറ്റുമാരെയും മുനിസിപ്പൽ ചെയർമാൻമാരെയും കോർപ്പറേഷൻ മേയർമാരെയും ഓണററി വൈൽഡ് ലൈഫ് വാർഡനായിട്ട് നിശ്ചയിച്ചു. ഇത് കേരളം ചെയ്തൊരു പ്രത്യേകതയായിരുന്നു. എന്ന് വെച്ചാൽ, ഞാൻ പണ്ടുപോയ റാന്നി DFOയുടെ അടുത്തേക്ക് എനിക്ക് പിന്നെ പോകണ്ട. എൻ്റെ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ ഓണററി വൈൽഡ് ലൈഫ് വാർഡനായിട്ട് നിശ്ചയിച്ചു. ആ പഞ്ചായത്തിൻ്റെ സെക്രട്ടറിയെ അതിൻ്റെ ഉദ്യോഗസ്ഥനായിട്ടും ചുമതലപ്പെടുത്തി. ഈ രണ്ട്, ഒരു ഓണററി ബിരുദം കൊടുക്കുന്നത് പറഞ്ഞതുപോലെ, ഒരു പദവി കൊടുക്കുന്നത് പോലെ ഈ സർക്കാർ ചെയ്തൊരു പരിപാടിയായിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് ബ്ലോക്കിനും ജില്ലാ പഞ്ചായത്തിനും അതിൻ്റെ ആവശ്യമില്ല, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ്റെ അധ്യക്ഷന്മാരെ ഓണററി വൈൽഡ് ലൈഫ് വാർഡന്മാരായി നിശ്ചയിച്ചു. അപ്പോൾ ഈ ഉത്തരവ്, ഞാൻ റാന്നിയുടെ കഥ വെറുതെ പറഞ്ഞതല്ല, റാന്നി DFOയോ അല്ലെങ്കിൽ കോന്നി DFOയോ പുനലൂർ DFOയോ ഇടുന്ന ഉത്തരവിന് പകരം ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന് ഇതിനെ കൊല്ലാനുള്ള ഉത്തരവിടാം. ഇതറിഞ്ഞിട്ടൊന്നും പന്നി പോവില്ല, പന്നി അറിയുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രക്രിയ നടന്നേ ഒക്കത്തുള്ളൂ. അത് നമ്മൾ വേറെ മാർഗം കണ്ടെത്തണം. അപ്പോൾ ഇത് നമുക്ക് നിയമത്തിനകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം തമിഴ്നാട് ഞാൻ നോക്കി, കഴിഞ്ഞ 9-ാം തീയതി തമിഴ്നാടൊരു ഉത്തരവിട്ടു. തമിഴ്നാടൊരു ഉത്തരവിട്ടപ്പോഴേക്കും ഭയങ്കരമായ ചർച്ചയാണ്. എന്തിനാണ് കേരളം ഇങ്ങനെ ഇരിക്കുന്നത്? ഇത് തമിഴ്നാട്ടിനെ കണ്ടില്ലേ? തമിഴ്നാട് മുഴുവൻ കാര്യങ്ങളും ചെയ്തിരിക്കുന്നു. അത്രയെങ്കിലും ജാഗ്രത, അത്രയെങ്കിലും ഉത്തരവാദിത്വം കേരളം കാണിക്കേണ്ടതല്ലേ? ഇത് കേൾക്കുമ്പോൾ നമ്മുടെയും കുറേ ആൾക്കാർ ആയിരിക്കും, കണ്ടോ തമിഴ്നാടെല്ലാം ചെയ്തു, തമിഴ്നാട് അതിഭയങ്കരമായ കാര്യം, കേരളമാണ് ഒട്ടും ചെയ്യാത്തത്. ചില സാമൂഹ്യ മാധ്യമങ്ങളും ചില മാധ്യമങ്ങൾ പോലും ആ വാർത്തയെ ഏറ്റുപിടിച്ചുകൊണ്ട് നോക്കി. ഞാനിങ്ങനെ ഇതെല്ലാം ഇപ്പം നെറ്റിലൊക്കെ കിട്ടുമെന്നുള്ളത് കൊണ്ട് തമിഴ്നാടിൻ്റെ ഉത്തരവ് ഞാൻ ഒന്നുകൂടി ഇന്ന് വരുന്ന വഴിക്കാൻ വീണ്ടും, നേരത്തെ എടുത്തു വെച്ചത് നിയമസഭയിലേക്ക് വേണ്ടിയിട്ടൊന്ന് എടുത്തു വെച്ചാണ്, ഞാൻ തമിഴ്നാടിൻ്റെ ഉത്തരവ് ഞാൻ വീണ്ടും ഒന്നുകൂടി അത് നോക്കി. തമിഴ്നാട് പറഞ്ഞത്, നമ്മൾ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് ഇവർക്കെല്ലാം ഓണററി വൈൽഡ് ലൈഫ് വാർഡന്മാരായി 72-ലെ വന്യജീവി സംരക്ഷണ നിയമത്തിനകത്ത് ആ സെക്ഷൻ പ്രകാരമാണ് നമ്മളിതിങ്ങനെ ചെയ്തതെല്ലാം. അവരെ കൊല്ലാനുള്ള അധികാരം അവർ കൊടുത്തിരുന്നില്ല. തമിഴ്നാട് പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ, 1 കിലോമീറ്റർ കാടിൽ നിന്ന് 1 കിലോമീറ്ററിൻ്റെ ചുറ്റളവ് ഒരു പന്നിയെയും കൊല്ലാൻ പറ്റില്ല. നമ്മുടെ കേരളം അത് പറയുന്നില്ല. ഞാൻ രണ്ട് താരതമ്യപ്പെടുത്തുന്നത് ഈ അടുത്ത കാലത്ത് ചർച്ചകളിൽ വന്നൊരു കാര്യമായതുകൊണ്ട് അങ്ങനെ ഒരു താരതമ്യത്തിന് ഞാൻ പോകുന്നതാണ്. വനത്തിൻ്റെ പുറത്ത് 1 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു പന്നിയെയും കൊല്ലാൻ പറ്റില്ല. 1 കിലോമീറ്റർ മുതൽ 3 കിലോമീറ്റർ വരെയുള്ള ഇടങ്ങളിൽ അതിനെ പിടിച്ചിട്ട് സുരക്ഷിതമായി തിരിച്ച് കാട്ടിലേക്ക് അയക്കണം. 3 കിലോമീറ്ററിന് പുറത്താണെങ്കിൽ നിങ്ങൾക്കതിനെ കൊല്ലാം. ആ കൊല്ലുന്നത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അത് വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരായിരിക്കണം അത് ചെയ്യേണ്ടത് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരെ കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല, ഞാൻ പറഞ്ഞത് അതിനേക്കാൾ എന്തുകൊണ്ടും കുറച്ചുകൂടി ഈ കാര്യം ചെയ്യാൻ പാകത്തിൽ ഒരിടപെടൽ നടത്തിയത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഗവൺമെൻറ്റാണ്. ക്യാബിനറ്റിൽ ഈ കാര്യം പ്രത്യേകമായി അവതരിപ്പിക്കുന്നത് ആദരണീയനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ്. നമുക്ക് അതിനകത്തിൽ ഇടപെടൽ നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ചിലർ അറിയും, നോക്കൂ, നിങ്ങൾ തമിഴ്നാടിനെ കണ്ടുപിടിക്കൂ, തമിഴ്നാട് എന്തെല്ലാം ഞാൻ തമിഴ്നാടിൻ്റെ ഉത്തരവ് ഞാൻ പ്രത്യേകം എടുക്കുന്നത് ഇതുകൊണ്ടാണ്. ഞാൻ വീണ്ടും പറയുന്നു, ആരെങ്കിലും മോശക്കാരാക്കാനോ കുറ്റപ്പെടുത്താനല്ല, നമുക്ക് കുറച്ചുകൂടി ആ നിയമത്തിനകത്ത് എന്നുള്ളത് 1 കിലോമീറ്ററും വനത്തിന് പുറത്ത് 1 കിലോമീറ്റർ ചുറ്റളവിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പന്നിയുടെ കാര്യത്തിൽ പോലും വരുന്നിടത്തേക്ക് നമുക്കതിനെ നേരെ പിടിക്കണം, പിടിച്ചിട്ട് വേറെ ഒരു ദേഹോദ്രവം ഏൽപ്പിക്കാതെ തിരിച്ചു കൊണ്ടുവന്ന് വീട്ടിലാക്കണം എന്ന് പറഞ്ഞതുപോലെയാണ് തിരിച്ചു കൊണ്ടുവന്ന് കാട്ടിലാക്കണം. 3 കിലോമീറ്ററിന് പുറത്താണെങ്കിൽ കൊല്ലാം. അത് പക്ഷേ അതുപോലെ ആ ഗവൺമെൻറ് പറയുന്നുണ്ട് അതിനാവശ്യമായ തോക്ക്, മറ്റു കാര്യങ്ങൾ, പരിശീലനം അതെല്ലാം കൊടുക്കേണ്ടതുണ്ട്. ഒരു റേഞ്ച് ഫോറസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട് 2 ജീവനക്കാർ എന്ന തരത്തിൽ നിശ്ചയിക്കണം, അതിൻ്റെ പരിശീലനം കൊടുക്കണം എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ തരത്തിൽ ഇപ്പം കേരളം ചെയ്തിരിക്കുന്നത് പോലെ ചെയ്യുന്നതിന് നമ്മുടെ മുമ്പിൽ ചില പ്രയാസങ്ങളുണ്ട്. എവിടെ ആളിനെ കിട്ടും, എവിടെയെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതും പ്രാദേശികമായി ഉൾപ്പെടെ ഈ കാര്യത്തിൽ
നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള പട്ടാളത്തിൽ നിന്ന് മറ്റും പിരിഞ്ഞു പോകുന്നവരും ആയുധം ഉപയോഗിക്കാൻ പറ്റുന്നവരുമായ ആൾക്കാരെ പ്രാദേശികമായി തന്നെയും സംഘടിപ്പിച്ച് നമ്മൾ അത്തരക്കാർക്ക് പരിശീലനങ്ങൾ കൊടുത്ത്, റൈഫിൾ ക്ലബ്ബുകൾ പോലെയുള്ള ക്ലബ്ബുകളിൽ നിന്നുൾപ്പെടെ പരിശീലനം കൊടുത്ത് ആ പരിശീലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നല്ലവണ്ണം ഇതിനെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്ന പന്നിയെ കൊന്നൊടുക്കുക അല്ലാതെ വേറെ മാർഗമില്ല. നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങിയാൽ ആ വന്യമൃഗങ്ങളെ നമുക്ക് അകറ്റുന്നതിനുള്ള സംവിധാനം ഉണ്ടായേ മതിയാവുകയുള്ളൂ. ആർക്കാണ് അവിടെ പരിഗണന? അവിടെ തീർച്ചയായിട്ടും കർഷകനും കൃഷിക്കും പരിഗണന കിട്ടിയേ മതിയാവുകയുള്ളൂ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് നമ്മൾ കണക്കാക്കുന്നത്. അവിടെ പരിഗണന, കൃഷിക്ക് പരിഗണന കിട്ടണമെന്ന് പറയുന്നത് ഈ കൃഷി കൊണ്ടാണ് ലോകത്തിൻ്റെ വിശപ്പടക്കുന്നത്. വിശപ്പടക്കാൻ നമ്മുടെ മുമ്പിൽ വേറെ മാർഗ്ഗമൊന്നുമില്ല. വിശപ്പടക്കാൻ ഭക്ഷണം ഉണ്ടാക്കിയവർ ആ ഭക്ഷണം ഫാക്ടറിയിൽ ഉണ്ടാവുന്നില്ല, കൃഷിയിടത്തിലേ ഉണ്ടാവുന്നുള്ളൂ. അവിടെയാണ് കൃഷിയുടെ കാര്യത്തിലുള്ള ഒരു ഗൗരവത്തെ കാണേണ്ടുന്നത്. കൃഷി എന്നത് ആരെങ്കിലും അവരുടെ ഒരു പാഷനായി ചെയ്യുന്നതല്ല, ഭക്ഷണത്തിന് വേണ്ടി ചെയ്യുന്നതാണ് എന്നുള്ളതും, ഇതില്ല എങ്കിൽ ഭക്ഷണമാണ് ഇല്ലാണ്ടാവാൻ പോകുന്നത്. ഇപ്പം ഈ 2050 ആകുമ്പോൾ ലോകം എങ്ങനെയായിരിക്കും എന്നതിൽ കണക്കുകൂട്ടൽ നടക്കുന്നുണ്ട്. ആ കണക്കുകൂട്ടൽ നടത്തുമ്പോൾ 2050 ലോകത്തിൻ്റെ ജനസംഖ്യ എത്ര ആണെന്നൊക്കെ കണക്കൂട്ടുണ്ട്. ഞാനൊരു ചെറിയത് പറയാം. ഇപ്പോൾ നമ്മൾ നെല്ലിൻ്റെ കാര്യം എടുക്കും. നെല്ലുണ്ടായിട്ടൊരു 10,000 കൊല്ലമായിട്ടുള്ളൂ. കാർഷിക സർവകലാശാലയിലെ ഏറ്റവും പ്രമുഖനായ അധ്യാപകനാണ് ജിജു വ്യവസായ. അവരൊക്കെ ഇരിക്കുമ്പോൾ അവരുടെയൊക്കെ തന്നെ ഉണ്ട്. ഇപ്പോൾ ഈ പണ്ട് ചോദിക്കുമായിരുന്നു, അണ്ടിയാണോ ആദ്യം ഉണ്ടായത്, മാങ്ങയാണോ ആദ്യം ഉണ്ടായത് ചോദിക്കും. അപ്പോൾ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഏതാണ് ആദ്യം ഉണ്ടായത്? നെല്ലിൻ്റെ ചെടിയാണോ ആദ്യം ഉണ്ടായത്, നെല്ലാണോ ആദ്യം ഉണ്ടായത്? ഒരു ഉത്തരവും നമ്മുടെ കയ്യിലെങ്ങുമില്ല. അവസാനം ഏതെങ്കിലും ബിരുദന്മാർ പറയും അത് ദൈവം ഉണ്ടാക്കി. ശരി, അവിടെ വെച്ചാൽ തർക്കം തീരുകയാണ്. പക്ഷേ ശാസ്ത്രം ഇന്ന് പറയുന്നുണ്ട് എങ്ങനെയാണ് നെല്ല് ഉണ്ടായത്. 10,000 കൊല്ലങ്ങൾക്ക് മുമ്പ് പുല്ലുവർഗത്തിൽപ്പെട്ട ചെടികളിൽ അതിനു മുമ്പേ തന്നെ ഉണ്ടായ മ്യൂട്ടേഷൻ ഉണ്ടായിട്ടാണ് ആ മ്യൂട്ടേഷൻ്റെ ഭാഗമായിട്ടാണ് 10,000 കൊല്ലങ്ങൾക്ക് മുമ്പ് നെല്ല് ഉണ്ടായത്. ഞാൻ ഈ നെല്ലിൻ്റെ കഥ പറയാൻ വേണ്ടി വന്നതല്ല. 10,000 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്തിൻ്റെ ജനസംഖ്യ 50 ലക്ഷം മാത്രമാണ്. ഇന്ത്യയുടെ അല്ല, ലോകത്തിൻ്റെ ജനസംഖ്യ. ഇനി നേരെ 2050 ലോക ജനസംഖ്യ 1000 കോടി ആകുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. ചിലപ്പം ഇച്ചിരി കുറഞ്ഞേക്കാം, അല്ലെങ്കിൽ കൂടിയേക്കാം. കുറയാനായിരിക്കും ചിലപ്പോൾ സാധ്യത ഉണ്ടാവുക. 1000 കോടി ജനസംഖ്യയിലേക്ക് 25 കൊല്ലം കൂടെ കഴിയുമ്പോൾ എത്തുമ്പോൾ ഇതിനകത്തിരിക്കുന്നതിൽ നല്ലൊരു പങ്ക് ആൾക്കാരും 25 കൊല്ലം കഴിയുമ്പോൾ ഉണ്ടാവുമല്ലോ. അന്ന് അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പാർപ്പിടത്തിൻ്റെ, വസ്ത്രത്തിൻ്റെ, വാഹനത്തിൻ്റെ, അതിനേക്കാളൊക്കെ അപ്പുറത്ത് ലോകം പറയുന്നത് ഭക്ഷണത്തിൻ്റെ കാര്യമായിരിക്കും. ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഒരു 80% കൂടുതൽ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ അന്ന് ഈ ജനങ്ങൾക്ക് പട്ടിണിയില്ലാണ്ട് നിൽക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണെന്നുള്ളിടത്തു നിന്നാണ് നമ്മൾ കർഷകൻ കൃഷിയിടത്തിൽ നിൽക്കേണ്ടത് അനിവാര്യമാണെന്ന് വരുന്നത്. അവിടെ എൻ്റെ ജീവന് ഭീഷണിയാണ്. എന്നെ പന്നി കുത്തി മലർത്തും, എന്നെ ആന കൊന്നു തള്ളും, എന്നെ കടുവ ആക്രമിക്കും, എന്നെ പുലി ഇല്ലാണ്ടാക്കും എന്ന് പറഞ്ഞാൽ ഇല്ല, എന്നാലും എനിക്ക് ബാക്കിയുള്ളവർക്ക് വേണ്ടി ഇച്ചിരി ഭക്ഷണം ഉണ്ടാക്കിയേ ഒക്കത്തുള്ളൂ, ഞാൻ ജിജു പി അലക്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹരീഷ് വാസുദേവനും വേണ്ടിയിട്ട് ഞാൻ പണി ചെയ്യും എന്ന് ഞാനും തീരുമാനിക്കില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് പട്ടിണി ഇല്ലാതെ ഇരിക്കണമെങ്കിൽ ഈ കർഷകൻ കൃഷിയിടത്തിൽ നിന്നേ മതിയാവുള്ളൂ. അങ്ങനെ നിൽക്കണമെങ്കിൽ അതിനാവശ്യമായ സൗകര്യങ്ങൾ എടുക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അവന് ഉൽപ്പന്നത്തിന് വില കിട്ടണം, അതിന് നല്ല മറ്റ് സംരക്ഷണങ്ങളും ഒക്കെ ഉണ്ടാവണം. പക്ഷെ മരണഭയമില്ലാതെ കർഷകന് കൃഷിയിടത്തിൽ നിൽക്കാൻ പറ്റുന്ന സാഹചര്യമൊരുക്കുക എന്നുള്ളത് ഇന്ന് ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഗൗരവതരമായ ഇടപെടൽ. ഇപ്പം എന്നോട് തന്നെയും ഞങ്ങൾ ഈ കൃഷി ദർശനമൊക്കെ നടത്തി പോകുന്ന അവസരത്തിൽ ഞങ്ങളോട് തന്നെയും പറഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയും, ഇത് ഞങ്ങളുടെ വകുപ്പല്ല, ഇത് വനം വകുപ്പാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. കാലങ്ങളായിട്ട് അങ്ങനെയാണ്. വന്യജീവി അക്രമത്തിൻ്റെ ബാക്കി നഷ്ടപരിഹാരം കൊടുക്കുന്ന ഉൾപ്പെടെ എല്ലാം വനം വകുപ്പ്. അപ്പോൾ നഷ്ടപരിഹാരത്തിൻ്റെ തോത് നിശ്ചയിക്കാൻ കൃഷി ഓഫീസർമാരെ ചുമതലപ്പെടുത്തും. അവർ തോത് നിശ്ചയിക്കും. സാധാരണഗതിയിൽ കിട്ടുന്ന നഷ്ടപരിഹാരത്തേക്കാൾ 10% കൂടി കൂട്ടി വന്യമൃഗശല്യം കൊണ്ടുണ്ടാവുന്ന നഷ്ടപരിഹാരം കൊടുക്കാറുണ്ട് കൃഷിക്ക് പറ്റും. ഇത് ഞാൻ പോകുന്നിടത്തെല്ലാം കേൾക്കുന്ന ഒന്നതായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചു, എത്ര നാൾ നമുക്ക് പറയാൻ പറ്റും ഞങ്ങളുടെ വകുപ്പല്ല എന്നും. അതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം മുതൽ കൃഷി വകുപ്പിന് കിട്ടുന്ന പൈസയ്ക്കകത്ത് നിന്ന് 2 കോടി രൂപ വെച്ച് നീക്കി വെക്കാൻ തുടങ്ങി. വന്യമൃഗശല്യം ഒഴിവാക്കാൻ
എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഞങ്ങൾ വനം വകുപ്പുമായിട്ട് വനമേഖലയുമായി ബന്ധപ്പെട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു പദ്ധതിയും കൊണ്ട് പോയാൽ ഉടനെ തന്നെ അവിടെ എതിർപ്പിൻ്റെ ഘോഷയാത്ര കൊണ്ട് അവർ നിൽക്കുകയായിരിക്കും അവിടെ. അതുകൊണ്ട് അവർ തയ്യാറാക്കിയിരിക്കുന്ന പദ്ധതി നമുക്ക് നടത്താം. അപ്പോൾ അത് ഈ ഹാങ്ങിങ് ഫെൻസിങ് ഒക്കെ ഉണ്ട്, തൂങ്ങിക്കിടക്കുന്ന സൗരവേലി, കിടങ്ങുകൾ, മറ്റതൊക്കെ വന്യമൃഗങ്ങൾ ഇറങ്ങാത്ത ഭാഗത്തിലേക്ക് ചെയ്യാൻ വേണ്ടിയാണ് അതെല്ലാം വന്നത്. അതും മുടക്കി. കഴിഞ്ഞ വർഷവും 2 കോടി രൂപ ബജറ്റിൽ നിന്ന് കൃഷി വകുപ്പ് നീക്കി വെച്ചു. ഇത് കൂടാതെ RKVYയിൽ പെടുത്തിക്കൊണ്ട് 25 കോടി രൂപ ഞങ്ങൾ അതിനു വേണ്ടി ഇതാക്കി. ഇക്കൊല്ലം അത് കൂട്ടി. പ്ലാനിംഗ് ബോർഡ് ഇവരുടെയൊക്കെ നല്ലവണ്ണം അദ്ദേഹമാണ് അതിനകത്ത് ഒരു പങ്ക് വഹിച്ച ഒരാളാണ്. 3 കോടി 20 ലക്ഷം രൂപ ഇക്കൊല്ലം കൃഷി വകുപ്പ് കൂടി വനംവകുപ്പ് ചെയ്യുന്നതിന് പുറമെയാണ് ഞങ്ങൾ RKVYയിലും ഞങ്ങളൊരു 16 കോടിയുടെ പ്രോജക്റ്റ് വീണ്ടും സമർപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ സോളാർ വേലി ഉണ്ടാക്കി, അല്ലെങ്കിൽ കിടങ്ങുണ്ടാക്കി. ഇങ്ങോട്ട് എന്തുകൊണ്ടിത് വരുന്നു, നമ്മൾ അതും കൂടി ഒന്നും നോക്കേണ്ടതുണ്ട്. കാട്ടിൽ മൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും ഇല്ല എങ്കിൽ നിങ്ങളുടെ സോളാർ ഫെൻസിങ് തകർത്തിട്ടായാലും അത് ഭക്ഷണം തേടി വരുന്നതിലേക്ക് എത്തും. അപ്പോൾ ഇത് ഒന്ന് കാട്ടിനുള്ളിൽ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടത് അനിവാര്യമാണ്. എത്രമാത്രം നമുക്ക് ഫെൻസിങ് കൊണ്ടൊക്കും. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ആന്ധ്രയിൽ പോകുമ്പോൾ കുറേയേറെ സ്റ്റാർട്ടപ്പുകൾ, ഒരു കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ്, സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായിരുന്നു അന്നും അവിടെ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ ആനയും പന്നിയും അടുത്തെത്തിയാൽ പ്രത്യേകമായ സൗണ്ട് പുറപ്പെടുവിച്ച് ഓടിക്കാൻ പറ്റുന്ന രീതിയിൽ ചില സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വലിയ തുകയൊന്നുമില്ല. ഞാൻ കണ്ടതിനാണെങ്കിൽ ഒരു 20,000 രൂപയേ ഉള്ളൂ. മലപ്പുറത്ത് ഞാൻ അവർ ഇതുകൂടി അതിനേക്കാൾ റേറ്റ് കുറഞ്ഞ് തിരുവനന്തപുരത്ത് ഞങ്ങൾ ഈ സ്റ്റാർട്ടപ്പുകളുടെ ഒരു യോഗം ചേർന്നു. ഇപ്പം കൃഷി വകുപ്പ് അനുവദിച്ചിരിക്കുന്ന പണത്തിനകത്തു നിന്നും കാർഷിക മേഖലയിൽ ഇത്തരം സംവിധാനങ്ങളും കൂടി സ്റ്റാർട്ടപ്പുകളുടെ ഏറ്റവും മെച്ചപ്പെട്ട സ്റ്റാർട്ടപ്പുകൾ കണ്ടെത്തിയിട്ടുള്ള മെച്ചപ്പെട്ട ഉപകരണങ്ങൾ വന്യജീവികളെ കൃഷിയിടത്തിൽ നിന്ന് അകറ്റാൻ ഉപയോഗിക്കാൻ പറ്റുന്നവ ഉപയോഗിക്കണം എന്നാണ് കൃഷി വകുപ്പ് ആലോചിക്കുന്നത്. ഇതെല്ലാം ഇങ്ങനെയൊക്കെ നമുക്ക് ഇടപെടുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 ഭക്ഷണവും വെള്ളവും മറ്റും എത്തിക്കുക എന്നുള്ള കാര്യം. രണ്ടാമത്തെ പ്രശ്നം ഇവ കാടിൻ്റെ വിസ്തൃതിയാണ്. 29%. ഹരീഷൊക്കെ അത് പറയും. 29%-ഓളം കാടുണ്ടെന്ന് പറയുന്നുണ്ട്. 29%-ഓളം കാട്ടിനകത്ത് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ മൃഗങ്ങളുണ്ട് എന്ന് കർഷകർ പറയുന്നുണ്ട്. ബാക്കി പലരുടെയും നിൽക്കാം. അപ്പം ഇതിനേക്കാൾ കൂടുതലുള്ളത് കൊണ്ടാണോ വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ വർധനവ് വന്നോ? വർധനവ് വന്നെങ്കിൽ നമുക്ക് എന്താണ് അതിനുള്ള മാർഗം? അത് ശാസ്ത്രീയമായി തന്നെ കണ്ടെത്താൻ പറ്റും. എണ്ണം കൂടിയിട്ടുണ്ടോ എന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് അതിനനുസരിച്ച് കള്ളിങ് വേണ്ടതാണെങ്കിൽ കള്ളിങ് വേണം. അത് നാളെ അങ്ങോട്ടിറങ്ങി എല്ലാ ആനയെയും കൊന്നൊടുക്കുക എന്നോ എല്ലാ കടുവയെയും കൊന്നൊടുക്കുക എന്നുള്ളതല്ല പറഞ്ഞ അർത്ഥം. പക്ഷേ എന്നാൽ ഒന്ന് കൃഷിയിടങ്ങളിലേക്ക് അത് ഇറങ്ങാതിരിക്കുന്നതിനുള്ള സംവിധാനം വേണം. അത് ഈ ഫെൻസിങ് ആയാലും കിടങ്ങായാലും ഞാൻ നേരത്തെ പറഞ്ഞ ഉപകരണങ്ങൾ കൊണ്ടുവെക്കലായാലും ഒക്കെ അത് ചെയ്യാം. അതോടൊപ്പം തന്നെ ഇതിനകത്ത് തീറ്റയും വെള്ളവും കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കണം. പുറത്തേക്ക് ഇറങ്ങാത്ത തരത്തിൽ അതും നോക്കണ്ട. അടുത്തത് വരുന്നൊരു കാര്യം, ഇതിൻ്റെ എണ്ണത്തിൽ വർധനവുണ്ടോ? വർധനവുണ്ടെങ്കിൽ എങ്ങനെയാണ് ലോകം അതിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്? ഇപ്പം ജനസംഖ്യാ നിയന്ത്രണത്തിൻ്റെ കാര്യം പറയുന്നത് പോലെ വന്യമൃഗങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ, ഉണ്ടെന്നുള്ളത് ശാസ്ത്രീയമായി നോക്കേണ്ട കാര്യമാണ്. ഉണ്ടെങ്കിൽ അതിൻ്റെ നിയന്ത്രണങ്ങളുടെ കാര്യങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. പന്നിയെപ്പോലുള്ളവ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങിയാൽ അതിനെ ശരിക്കും ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ചതിനെ കൊന്നൊടുക്കാൻ ഇനി പഞ്ചായത്ത് പ്രസിഡൻ്റ് അടുത്തേക്ക് പോലും പോകാണ്ട് കേരളത്തിലെ മനുഷ്യർക്ക് അത് ചെയ്യാൻ പറ്റുന്ന സംവിധാനമാണ് ശരിക്കും ഒരുക്കേണ്ടത്. ഇപ്പോൾ 972 വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ചിട്ട് ഇടയ്ക്ക് പറയും മനുഷ്യന് ബുദ്ധിമുട്ടാവുന്ന തരത്തിൽ വന്നാൽ ഈ മൃഗങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കേന്ദ്ര ആക്റ്റാണ്. ഞാനിപ്പോൾ വീണ്ടും ഒരു വക്കീൽ എന്നുള്ള തരത്തിൽ ഞങ്ങളൊന്നും അതൊന്നും പഠിച്ചിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. എങ്കിലും ഞാൻ ഹരീഷിനോട് ചോദിച്ചു, അതിൻ്റെ സെക്ഷൻ 11 അനുസരിച്ചിട്ട് അപകടകരമായ സ്ഥിതിയിൽ വരുന്നൊരു വന്യമൃഗത്തെ കൊല്ലാൻ ഉത്തരവിടാനുള്ള ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് ഉത്തരവിടാൻ ആ ആക്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ആക്റ്റിലൊന്നും ഇല്ല എന്ന് പറയേണ്ടതില്ല. അപകടകാരികളായ മൃഗങ്ങളെ അത്തരത്തിൽ കൊന്നൊടുക്കേണ്ടതുണ്ടെങ്കിൽ കൊന്നൊടുക്കേണ്ടത് അനിവാര്യമാണ്. എണ്ണത്തിൽ കൂടുതലുണ്ടാവുകയും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുകയും ചെയ്താൽ അതിനെ എങ്ങനെയാണ് കൃഷിയിടത്തിൽ നിന്ന് അകറ്റേണ്ടത്? അത് ഗൗരവതരമായി ചിന്തിക്കേണ്ടതാണ്. ഈ തരത്തിൽ കള്ളിങ് ആണെങ്കിൽ ആ കള്ളിങ് നടത്തേണ്ട പന്നിയുടെയും മറ്റും കാര്യത്തിൽ അത് അത്യന്താപേക്ഷിതമാണ്. ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ച്
നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് തന്നെ അതിനെ ചെയ്യുന്നതിന് തരത്തിലേക്ക് വേണ്ടതുണ്ട്. ഇപ്പോൾ ഇത് നമ്മളെപ്പോഴും പറയണം പന്നിയുടെയും ഈ രണ്ട് കാര്യം. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ണൂർ പോകുമ്പോഴും അവിടെ പറയും മയിലുകളുടെ പ്രശ്നമാണ്. ഒരു മയിലിറങ്ങിയാൽ കാണാൻ എന്ത് രസമാണ്. മയിലിനെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷപൂർവ്വം കാണാം. പക്ഷേ മയിലിറങ്ങി എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഒരു കൃഷിയില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. സകല അതിൻ്റെ വിത്തുകൾ ഉൾപ്പെടെ സകലതും അത് കൊത്തിപ്പറക്കി തിന്ന് പോകുന്ന തരത്തിലേക്ക് എത്തും. വളരെ വലിയൊരു പ്രതിസന്ധി. കുരങ്ങൻ അത് മറ്റൊരു പ്രതിസന്ധിയായിട്ട് നിൽക്കുകയാണെന്നില്ല. ഇത് മലയണ്ണാൻ ഒരു തേങ്ങ പോലും വെച്ചേക്കാത്ത തരത്തിൽ അത് നിൽക്കുകയാണ്. ഇപ്പോൾ ഇതെല്ലാം എന്തുകൊണ്ടിങ്ങനെ ഇറങ്ങുന്നു എന്നുള്ളതും ഇറങ്ങിയാൽ അതിനെ പ്രതിരോധിക്കുന്നതിനും അതിൻ്റെ എണ്ണത്തിൻ്റെ വർധന കൊണ്ടാണെങ്കിൽ അക്കാര്യം നോക്കുന്നതിനും കാരണമാകേണ്ടതുണ്ട്. ഇപ്പോൾ ചിലർ തന്നെ പറഞ്ഞു, ഞാൻ എൻ്റെ അഭിപ്രായമല്ല, കർഷകർ പറഞ്ഞ അഭിപ്രായമാണ്, മലപ്പുറം ജില്ലയിൽ നിന്ന് പറഞ്ഞ അഭിപ്രായമാണ്, കുറുക്കന്മാരുടെ എണ്ണം കുറയുകയാണ്. കുറുക്കൻ്റെ എണ്ണം കുറഞ്ഞതാണ് പന്നിയുടെ എണ്ണം കൂടാനുള്ള കാരണമായത്. അപ്പോൾ ഞാൻ ചോദിച്ചു കുറുക്കൻ്റെ എണ്ണം കുറയുന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾ പറയാൻ കാരണം അദ്ദേഹം എന്നോട് പറഞ്ഞത് മലപ്പുറത്താണ് അദ്ദേഹം പറഞ്ഞത്, ഈ രാസവളം കൂടുതലായി വിനിയോഗിച്ചതിൻ്റെ ഭാഗമായിട്ട് അത് കുറുക്കന്മാരുടെ നാശത്തിലേക്ക് എത്തി. കുറുക്കന്മാരുടെ നാശത്തിലേക്ക് എത്തിയപ്പോൾ പന്നിയുടെ എണ്ണം കൂടുന്ന തരത്തിലെത്തി. ഞാൻ വീണ്ടും പറയുന്നു, കാർഷിക സർവകലാശാലയുടെ ഒരു സയൻറ്റിസ്റ്റൊക്കെ നിങ്ങളെപ്പോലെ ഉള്ളവർ കുറച്ചുകൂടി അക്കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ഇത് കർഷകരുടെ അഭിപ്രായം പറയുന്നതാണ്. സാധാരണ ഒരു കർഷകൻ അവൻ്റെ മുമ്പിൽ ഞാൻ അതിനെ പൂർണ്ണമായി ഒന്നും തള്ളിക്കളയാൻ ഞാനും ഒരുക്കമല്ല. അവർ ദീർഘവർഷങ്ങളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ. ഞാൻ പറഞ്ഞ ഇതിൻ്റെ കുറുക്കന്മാരുടെ ആന്തരിക അവയവങ്ങളെ ബാധിക്കുന്ന തരത്തിൽ ചില പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി. അതുകൊണ്ടാണ് കുറുക്കന്മാരുടെ എണ്ണം കുറഞ്ഞത്. അതുണ്ടായിരുന്നെങ്കിൽ ഇത്രയും പന്നിയുടെ ശല്യം ഉണ്ടാവുമായിരുന്നില്ല എന്ന തരത്തിൽ പറഞ്ഞു. ഇതിനൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയും ഇടപെടുകയും ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. മാനടക്കമുള്ളവ കേരളത്തിൽ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നതിനകത്ത് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് പലയിടങ്ങളിലും. ഇവിടെ നമ്മളെല്ലാം കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മൃഗങ്ങൾക്കും വിശക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഭക്ഷണവും വെള്ളവും കാട്ടിനുള്ളിൽ കിട്ടുക എന്നുള്ളത് ഒരു ഘടകമാണ്. ഞാൻ ചുരുക്കുമ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, കാട്ടിനുള്ളിൽ നിന്ന് മൃഗങ്ങൾ പുറത്തേക്ക് തീറ്റ തേടി ഇറങ്ങാത്ത തരത്തിൽ അവിടെ തീറ്റയും വെള്ളവും ലഭ്യമാക്കുക. 2, പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ പാകത്തിലേക്ക് ഉള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക. 3, അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവയെ തുരത്തി ഓടിക്കുന്നതിനും ചിലതിനെ ഇല്ലായ്മ ചെയ്യുന്നതിനും ഉള്ള അനുമതി സമയാസമയങ്ങളിൽ ലഭ്യമാക്കുക. 5, അതിനുള്ള ടീമുകൾ പ്രത്യേകമായി നമ്മുടെ ഇന്നത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുൻകൈയോടുകൂടി ഇത്തരം പ്രാദേശികമായ അടിസ്ഥാനത്തിൽ തന്നെ ഇതിനാവശ്യമായ ടീമുകളെ ഒരുക്കുകയും അവർക്ക് പിന്തുണയും മറ്റും പരിശീലനങ്ങൾ കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ വെടികൊണ്ട പന്നി എന്നുള്ള പ്രയോഗമുണ്ട്. പകൽ സമയത്ത് നമുക്ക് അതിനെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എങ്ങോട്ടായിരിക്കും പന്നി പാഞ്ഞു പോകുക എന്ന് പറയാനേ പറ്റില്ല. അങ്ങേയറ്റം അപകടകരമായ കാര്യമാണ്. അതുകൊണ്ടാണ് രാത്രി കാലങ്ങളിൽ മാത്രമേ അതിനെയൊക്കെ വേട്ടയാടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കൊല്ലാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നതെല്ലാം അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇതൊക്കെ വളരെ ഗൗരവത്തിൽ ആലോചിക്കുകയും നല്ല പരിശീലനം കൊടുക്കുകയും പഞ്ചായത്ത് മുനിസിപ്പൽ അടിസ്ഥാനങ്ങളിൽ തന്നെ പ്രതിസന്ധി ഉള്ളിടങ്ങളിൽ പ്രത്യേക ടീമുകളെ ഉണ്ടാക്കുകയും അതിന് പരിശീലനം കൊടുക്കുന്നതിന് ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് വിനിയോഗിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇതിനാവശ്യം ഇപ്പം തോക്കൊന്നും ഇല്ലാണ്ട് നമ്മൾ പോയിട്ട് ഇതിനെ വെടിവെക്കണം എന്ന് പറഞ്ഞാൽ ആണ്. ചില പഞ്ചായത്തുകളിലൊക്കെ ആണെങ്കിൽ ഒരു പന്നിയെ കൊന്നു തരും, 10,000 രൂപ വേണമെന്നൊക്കെ പഞ്ചായത്തിലൊന്ന് ആവശ്യപ്പെടുന്നത്. പഞ്ചായത്തുകളാകെ വിഷമിക്കുകയാണ്. അപ്പോൾ ഇതല്ലാത്ത തരത്തിലേക്കുള്ള സംവിധാനങ്ങളെ നമുക്ക് ഇതുകൊണ്ട് താൽക്കാലികമായ പരിഹാര മാർഗങ്ങൾക്കപ്പുറത്തേക്ക് ശാശ്വതമായ പരിഹാര മാർഗങ്ങൾ സൃഷ്ടിക്കുക എന്ന തരത്തിലേക്ക് തന്നെ നമ്മൾ എത്തേണ്ടതുണ്ട്. അതിന് ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ പ്രശ്നം തന്നെ ഒരു കാര്യമാണ്. വരൾച്ച കൂടുമ്പോഴേക്കും അത് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു. വരൾച്ചയുടെ വർധനവ്, കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തന്നെയും വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ ഈ താപനിലയിൽ ഈ ഉയർച്ച വരുമ്പോൾ ശരാശരിയിൽ നിന്ന് താപനിലയുടെ ഉയർച്ച ഉണ്ടാകുന്നത് വന്യമൃഗങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമാകുന്നു എന്നുള്ള പഠനങ്ങളുണ്ട്. ആ പഠനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ശാശ്വതമായ പരിഹാര മാർഗങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടാവേണ്ടത്. ആ പരിഹാര മാർഗങ്ങൾ ഉണ്ടായി നമുക്ക് കർഷകരെ സഹായിക്കണം. പിന്നുള്ളത് നഷ്ടപരിഹാരത്തിൻ്റെ കാര്യമാണ്. നഷ്ടപരിഹാരം ഇപ്പോഴുള്ളതിനേക്കാൾ വർദ്ധിപ്പിക്കണം എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെയും അഭിപ്രായം. ഞങ്ങൾ അതിൻ്റെ ഒരു ആലോചനയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. നമുക്കൊരുപാട് സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടെന്നുള്ളത് കൊണ്ടാണ്. എങ്കിലും ഗവൺമെൻറ് ആലോചിക്കുന്നത് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി നഷ്ടപരിഹാരത്തിൻ്റെ തോത് ഉയർത്തണമെന്നാണ്. ഇപ്പോൾ കർഷകന് നഷ്ടപരിഹാരം ഉണ്ടായാൽ 10% കൂടുതലല്ല. നാളെ വിലയുടെ കണക്ക് കൂട്ടുമ്പോൾ കൃഷിക്കാരൻ്റെ അധ്വാനം എന്നതിനെ, അവൻ്റെ കുടുംബത്തിൻ്റെ അധ്വാനം
എന്നതിനെ കൂടി നമ്മൾ പരിഗണിക്കണം. ഈ നഷ്ടത്തിൻ്റെ കാര്യം പറയുമ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഇൻഷുറൻസ് സംവിധാനവും കുറച്ചുകൂടി മെച്ചപ്പെട്ട നഷ്ടപരിഹാരവും ലഭ്യമാക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം ചേർത്ത് പറയാനുള്ളതാണ്. ഇതാണ് ഈ കാര്യത്തിൽ നമ്മൾ ശാശ്വതമായ പരിഹാരത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നീങ്ങുമ്പോഴുണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം എന്നതിനപ്പുറത്തേക്ക് വന്യജീവികളുടെ ആക്രമണം എന്ന തരത്തിലേക്ക് എത്തുമ്പോൾ ഭക്ഷ്യസുരക്ഷയ്ക്കാണ് അപകടമാവുന്നത്, ഭീഷണിയാവുന്നത്. വന്യമൃഗങ്ങൾ ഭക്ഷണവും വെള്ളവും തേടി നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ മനുഷ്യൻ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പ്രതിസന്ധിയിലേക്കാവാൻ പോകുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഈ പ്രതിസന്ധിയും പരിഹരിച്ചേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് കർഷകൻ കൃഷിയിടത്തിൽ മരണഭയമില്ലാതെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇടപെടലുകൾ സമൂഹത്തിൻ്റെയും സർക്കാരുകളുടെയും ഉത്തരവാദിത്വവും ബാധ്യതയുമാണ് എന്ന് നാം തിരിച്ചറിയണം. അതിനനുസരിച്ചുള്ള നടപടികളിലേക്കാണ് നീങ്ങേണ്ടത്. ആ നടപടികളിലാണ് സംസ്ഥാന സർക്കാർ നിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉത്തരവായാലും കൃഷി വകുപ്പ് തന്നെയും ഈ കാര്യത്തിനകത്ത് ബന്ധപ്പെട്ട് നിന്നതായാലും നാളുകളിൽ കൃഷി വനം വകുപ്പിൻ്റെ സഹകരണത്തോടെ മെച്ചപ്പെട്ട തരത്തിൽ ഇതിനെ എത്തിക്കേണ്ടതുണ്ട് എന്ന് ഗവൺമെൻറ് ആലോചിക്കുന്നതും അതിൻ്റെ ഭാഗമായിട്ടാണ്. ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ ശ്രീ സഖാവ് വത്സൻ പനോളി എനിക്ക് തന്ന ഒരു കത്തിനകത്ത് തന്നെ കർഷക സംഘത്തിൻ്റെ ഒരു കത്ത് തന്നത് തന്നെ ഇൻഷുറൻസുമായി തന്നെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കൂടുതൽ ഇനങ്ങൾ ഉൾപ്പെടുന്നതും വന്യമൃഗത്തിൻ്റെ പ്രശ്നങ്ങൾ മൂലം ഉണ്ടാവുന്നതിനകത്ത് കുറച്ചുകൂടി മെച്ചപ്പെട്ട തരത്തിൽ ഇൻഷുറൻസ് സംവിധാനത്തെ എത്തിക്കേണ്ടതുണ്ട് എന്നാണ് കർഷക സംഘടനകൾ തീർച്ചയായിട്ടും അനുഭാവപൂർണമായ നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് വിഷയം അവതരിപ്പിക്കുന്നത് കേരള കർഷക സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി വത്സൻ പന്നോളി. ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മന്ത്രി സഹപ്രസാദ്, വേദിയിലിരിക്കുന്ന നേതാക്കളെ, പ്രിയപ്പെട്ട സഖാക്കളെ, സഹോദരീ സഹോദരന്മാരെ, ഇവിടെ വന്യജീവി ആക്രമണവും കാർഷിക മേഖലയും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഉദ്ഘാടന പ്രസംഗത്തിൽ അതിൻ്റെ സർവ്വതലങ്ങളും ബന്ധപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സംസാരിക്കുകയുണ്ടായി. കാർഷിക മേഖല ഒട്ടേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഘട്ടമാണിത് എന്ന് നമുക്കെല്ലാം അറിയാം. പോയ 10 വർഷങ്ങൾക്കിടയിൽ 6 ലക്ഷത്തിലധികം കർഷകർ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുകയുണ്ടായി. കൃഷി ആദായകരമായ ഒരു പ്രവൃത്തിയല്ലാതായി തീരുകയും കൃഷിക്കാരൻ്റെ വിളവുകൾക്ക് മാർക്കറ്റിൽ ആഗോളതലത്തിലുള്ള ഉൽപ്പന്നങ്ങളോട് മത്സരിക്കാനുള്ള ശേഷിയില്ലാതായി തീരുകയും കൃഷി ചെയ്യാൻ വേണ്ടി വാങ്ങിയ കടം തിരിച്ചടക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആത്മഹത്യയിലേക്ക് രാജ്യത്തെ കൃഷിക്കാർ നിർബന്ധിതരായി തീരുകയും ചെയ്യുന്ന ഒരു ഇന്ത്യൻ കാർഷിക പരിതസ്ഥിതിയിലാണ് നാം ജീവിക്കുന്നത്. ഒരു ഭാഗത്ത് കർഷക വിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കുന്ന ഗവൺമെൻറ് ഇന്ത്യ ഭരിക്കുകയും ആഗോള സാഹചര്യങ്ങളിൽ ഉയർന്നു വന്ന കാലാവസ്ഥാ വ്യതിയാനവും കൃഷി അസാധ്യമാക്കി തീർക്കുന്ന ഘട്ടത്തിലാണ് വന്യമൃഗങ്ങളുടെ വലിയ തോതിലുള്ള എണ്ണപ്പെരുക്കത്തിലൂടെ വന്യമൃഗങ്ങൾ കൃഷിയിടങ്ങളിലേക്ക് വരികയും പ്രത്യേകിച്ച് കിഴങ്ങുവർഗ്ഗങ്ങൾ കൃഷി ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുകയും കൃഷി തന്നെ വേണ്ടെന്ന് വെക്കാവുന്ന വിധത്തിലേക്ക് കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ വന്നെത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ്
നമ്മൾ ഈ വന്യജീവി ആക്രമണവും കാർഷിക മേഖലയും എന്ന വിഷയം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് കേരളം ഇന്ന് സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ എല്ലാ കുറ്റവും ഗവൺമെൻറ്റിലും മുഖ്യമന്ത്രിയിലും ചാർത്തുന്ന ഒരു പൊതുവിശകലന രീതിയാണല്ലോ കേരളത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇടുക്കിയിൽ അരിക്കൊമ്പനും ചക്കക്കൊമ്പനും എന്നൊക്കെ പേരുള്ള ആന ആക്രമിച്ചാൽ അതിൻ്റെ സർവ്വകുറ്റവും മുഖ്യമന്ത്രിയിൽ ചാർത്തുന്നതിന് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾക്കും വലതുപക്ഷ ശക്തികൾക്കും യാതൊരു പ്രയാസവുമില്ല. വയനാട്ടിൽ കടുവകളും പുലികളും മനുഷ്യനെ തന്നെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വന്യജീവികൾ കൃഷിയിടങ്ങളിൽ വന്ന് കാർഷിക വസ്തുക്കൾ നശിപ്പിക്കുക മാത്രമല്ല, മനുഷ്യജീവന് തന്നെ അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മുടെ കാർഷിക മേഖല മാറിയിരിക്കുകയാണ്. അപ്പോൾ പശ്ചിമഘട്ട മലനിരകളും മലനിരകളോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളും മാത്രമല്ല, ഇവിടെ മന്ത്രി പറഞ്ഞതുപോലെ ആലപ്പുഴ ഉൾപ്പെടെയുള്ള കേരളത്തിലെ 14 ജില്ലകളിലും വന്യജീവികളുടെ ആക്രമങ്ങൾ വലുതും ചെറുതുമായി നമ്മുടെ സംസ്ഥാനത്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കർഷക സംഘത്തിൻ്റെ പ്രവർത്തകനെന്ന നിലയിൽ ഞങ്ങൾ ഈ വിഷയം ഏറെക്കാലമായി ചർച്ച ചെയ്യുകയും ഇതിനാധാരമായ വിഷയങ്ങൾ പരിശോധിച്ചുകൊണ്ട് 1972 ഇന്ത്യ ഗവൺമെൻറ് പാസാക്കിയ വന്യജീവി നിയമത്തിലെ വ്യവസ്ഥകളാണ് ഇതിനെല്ലാം ആധാരമായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് മൃഗങ്ങൾക്ക്, വന്യജീവികൾക്ക് സംരക്ഷണം നൽകുന്ന ഈ നിയമങ്ങൾക്കൊപ്പം നമ്മുടെ രാജ്യത്തെ കൃഷിക്കാർക്കും ജനങ്ങൾക്കും സംരക്ഷണം നൽകുന്ന ഒന്നായി വന്യജീവി നിയമം മാറണം എന്ന ആവശ്യം മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ ജന്തർ മന്ദറിൽ ഡൽഹിയിൽ നിരവധി പ്രക്ഷോഭങ്ങൾ ഈ കാലയളവിൽ നടത്തുകയുണ്ടായി. പോയ വർഷം ഞങ്ങൾ കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിനെ ചെന്ന് കണ്ടു. കേരളത്തിലെ ജോൺ ബ്രിട്ടാസ്, ശിവദാസൻ തുടങ്ങിയ എം പിമാരുടെ സഹായത്തോടെ ഞങ്ങൾ ചെന്ന് കണ്ട് കേരളത്തിലെയും ഇന്ത്യയിലെ വനമേഖലയിൽ താമസിക്കുന്ന മനുഷ്യരുടെ ജീവന് പോലും രക്ഷയില്ലാത്ത സാഹചര്യം അദ്ദേഹവുമായി പങ്കുവച്ചു. അദ്ദേഹം ഞങ്ങൾ എഴുതി നൽകിയ നിവേദനമെല്ലാം സൂക്ഷ്മമായി മുഴുവൻ വായിച്ചു തീർത്തെങ്കിലും എന്താണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാട് എന്നിവിടെ വ്യക്തമായല്ലോ. വനനിയമത്തിൽ എന്തെങ്കിലും ഭേദഗതി വരുത്താൻ, മാറ്റം വരുത്താൻ ഞങ്ങൾ ഒരുക്കമല്ല. പന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന കേരളത്തിൻ്റെ ആവശ്യത്തോട് യോജിപ്പില്ല. കേരള ഗവൺമെൻറ് വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള പ്രോജക്റ്റിന് അംഗീകാരം നൽകാൻ കേന്ദ്ര ഗവൺമെൻറ് സന്നദ്ധമാകുന്നില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നാം ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലാകെ പോയ 15 വർഷക്കാലത്തെ കണക്കെടുത്തപ്പോൾ 6000 മനുഷ്യരെയാണ് കാട്ടാനകൾ ചവിട്ടിക്കുന്നത്. 600-ലധികം പേരെ കടുവകൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ മഹാരാഷ്ട്രയിലും ആസാമിലും മധ്യപ്രദേശിലും
ബംഗാളിലും ത്രിപുരയിലുമെല്ലാം വന്യജീവി ആക്രമണങ്ങളിൽ വലിയ തോതിൽ മനുഷ്യർ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഫലപ്രദമായ നിലപാട് സ്വീകരിക്കണം. 72-ലെ വന്യജീവി നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന ആവശ്യം മുൻനിർത്തി നടത്തുന്ന പ്രക്ഷോഭങ്ങളൊന്നും കേന്ദ്ര ഗവൺമെൻറ് പരിഗണിക്കാത്ത പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ മനുഷ്യർ ഈ വിഷയത്തെ ഇന്ന് സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം കൃഷിയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കണമെങ്കിൽ വന്യജീവികളുടെ ആക്രമണങ്ങളിൽ നിന്ന് കൃഷിക്കാരെ രക്ഷിക്കണം. ഇവിടെ മന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് മാനന്തവാടിയിൽ കാപ്പിത്തോട്ടത്തിൽ കാപ്പിക്കുരു പറിക്കാൻ പോയ സ്ത്രീയെ, രാധ എന്ന സ്ത്രീയെ പുലി കടിച്ചു കൊണ്ടുപോയി. വലിയ തോതിലുള്ള ഈ വന്യജീവി ആക്രമണത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ കൃഷിക്കാരിൽ നിന്നും പൊതുവിലും നാം തിരിച്ചറിയുന്നത് വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ പഴയ കാലത്ത് ഉണ്ടായിരുന്ന വേട്ടയാടലും മറ്റ് കാര്യങ്ങളെല്ലാം അവസാനിച്ച പശ്ചാത്തലത്തിൽ കടുവയും പുലിയും ആനയും പന്നിയുമെല്ലാം വലിയ തോതിൽ പെറ്റുപെരുകിയിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇതിൻ്റെ പ്രജനനത്തിൽ നിയന്ത്രണം വരുത്താൻ കഴിയുന്നില്ലെങ്കിൽ, എണ്ണത്തിൽ കൂടുതലുള്ള ജീവിയെ വെടിവെച്ച് കൊല്ലാനുള്ള തീരുമാനമെടുക്കുന്നില്ല എങ്കിൽ മനുഷ്യജീവന് ഒരു രക്ഷയും ഉണ്ടാവില്ല എന്നുള്ളതാണ് വസ്തുത. ലോകത്ത് പല രാജ്യങ്ങളും ആ രാജ്യത്തെ ദേശീയ മൃഗത്തെ പോലും എണ്ണ കൂടുതൽ വരുമ്പോൾ വെടിവെച്ച് കൊന്ന് എണ്ണം നിയന്ത്രിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളെല്ലാം മനസ്സിലാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇതിന് ശാശ്വതമായ പരിഹാരം ഇതിൻ്റെ പ്രജനനത്തെ നിയന്ത്രിക്കാനും എണ്ണ കൂടുതൽ ഉള്ളതിനെ കള്ളിങ് നടത്തി ഇല്ലാതാക്കാനുമുള്ള നടപടികൾ ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ട് മാത്രമേ സാധ്യമാകൂ. താൽക്കാലികമായ ഒട്ടനവധി പരിഹാരം കർഷക സംഘടനകൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് വന്യജീവികൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങി വരാതിരിക്കുക. അതിന് ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളത് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വന്യജീവികൾ ഇറങ്ങി വരാതിരിക്കാനുള്ള താൽക്കാലിക പരിഹാരമായി ട്രഞ്ചുകളാവാം, റെയിൽ ഫെൻസിങ് ആവാം, ഹാങ്ങിങ് ഫെൻസിങ് ആവാം. ഇതിനെല്ലാം പുറമെ ഇപ്പോൾ ആറളം ഫാമിൽ ചെയ്യുന്നത് പോലെ കരിങ്കൽ മതിലുകളാവാം. കണ്ണൂർ ജില്ലയിലെ ആറളം ഫാമിൽ 22 ആദിവാസികളെയാണ് ആന കൊന്നുകളഞ്ഞത് ഈ പോയ വർഷങ്ങളിൽ. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആദിവാസികൾ താമസിക്കുന്ന ഫാം മേഖലയെ വനവുമായി ബന്ധപ്പെട്ട മേഖലയെ വേർതിരിക്കാനുള്ള കിലോമീറ്ററുകൾ നീണ്ട കൽമതിൽ പണിതുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ. തൊട്ടടുത്ത പഞ്ചായത്ത് കേളകത്തും ആ കൽമതിൽ പണി പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ വനമേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളെ വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരാതിരിക്കാൻ കൽമതിൽ പണിയുക, ട്രെഞ്ച് കുഴിക്കുക, റെയിൽ ഫെൻസിങ് കെട്ടുക, ഹാങ്ങിങ് ഫെൻസിങ് ഉണ്ടാക്കുക, ഇതെല്ലാം ഉണ്ടാക്കി കഴിയുമ്പോൾ പൂർണ്ണമാകുമെന്ന അർത്ഥത്തിലല്ല ഞങ്ങൾ അവകാശപ്പെടുന്നതെങ്കിലും താൽക്കാലികമായ പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. അതിന് ഒരു സംസ്ഥാന ഗവൺമെൻറ്റോ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളോ വിചാരിച്ചാൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഫണ്ട് കൊണ്ട് സാധ്യമാകുന്നതല്ല. കേരള ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ട പ്രോജക്റ്റിന് അംഗീകാരം കൊടുത്താൽ നമ്മുടെ സംസ്ഥാനത്ത് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് മൃഗങ്ങൾ ഇറങ്ങുന്നതിനെ ഒരു പരിധിവരെ തടയാനാവും. ഇപ്പോഴെന്തുകൊണ്ടാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും മറ്റും ഈ കാര്യത്തിൽ ഇനീഷ്യേറ്റീവ് എടുക്കാത്തത് എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. കാരണം ഇവിടെ മന്ത്രി പറഞ്ഞതുപോലെ മൃഗങ്ങൾ എന്തിനാണ് കൃഷിയിടത്തിലേക്ക് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരുന്നത്? അകത്ത് വെള്ളവും ഭക്ഷണവും കിട്ടാത്തത് കൊണ്ടാണ്. അവർക്ക് ആ വനത്തിനകത്ത് ഉൾവനത്തിൽ വെള്ളം കിട്ടാനുള്ള സംവിധാനം ഒരുക്കേണ്ടത് ആരാണ്?
അവർക്ക് ഭക്ഷണം ഒരുക്കേണ്ടത് ആരാണ്? അതൊരുക്കാതെ കൃഷിക്കാരൻ്റെ കൃഷിയിടത്തിൽ വന്ന് തൽക്കാലം ഭക്ഷണം കഴിച്ച് മൃഗങ്ങളെ രക്ഷപ്പെടുത്താം എന്ന നിലക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരും മറ്റും നിലപാടെടുത്ത് അംഗീകരിച്ചു പോകാൻ നമുക്ക് കഴിയുമോ? അതുകൊണ്ട് ജനവാസ മേഖലയിലേക്ക് വന്യജീവികൾ ഇറങ്ങി വരാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക. 2, നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ അതിൻ്റെ പ്രജനനം നിയന്ത്രിക്കാനും എണ്ണത്തിൽ കൂടുതൽ ഉള്ളവയെ കള്ളിങ് നടത്താനുമുള്ള സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നാണ് കൃഷിക്കാർ ഉറച്ചു വിശ്വസിക്കുന്നത്. പക്ഷേ ഇവിടെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് മലയോര മേഖലയിലൂടെ ജാഥ നടത്തി വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അദ്ദേഹം ജാഥയ്ക്ക് ആധാരമായി ഉന്നയിച്ചതെങ്കിലും വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനുള്ള എന്തെങ്കിലും ഒരു നിർദ്ദേശം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ, ഞങ്ങൾ ഈ വിഷയമൊക്കെ ശ്രദ്ധിക്കുന്നവരായതുകൊണ്ട് ദിവസേന പത്രം നോക്കും, ഒരു നിർദ്ദേശവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ കേട്ടില്ല. ആകെ വയനാട്ടിലുള്ള ഉദ്ഘാടനം, വയനാട്ടിൽ ആ ജാഥയുടെ ഉദ്ഘാടനം KPCC പ്രസിഡന്റ് സുധാകരൻ MP ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹമാണ് ഒരു 2 കാര്യം സത്യസന്ധമായി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ വനം വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് ഞാനിത് കുറേ നോക്കിയതാണ്. ട്രഞ്ച് കുഴിച്ചു, ആന ട്രഞ്ചൊക്കെ നിർത്തിയിട്ട് ഇങ്ങോട്ട് പോരും, വേലി കെട്ടും, ഹാങ്ങിങ് ഫെൻസിങ് ഉണ്ടാക്കും, അതിന് ചെറിയ ഷോക്ക് ഉണ്ടാകും. അപ്പോൾ അത് തുമ്പിക്കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ അത് പെട്ടെന്ന് വലിക്കും, പിന്നെ ഉണക്ക് കമ്പെടുത്ത് ഇത് അടിച്ചു പൊട്ടിച്ച് കടന്നു വരും. ഇത് സുധാകരൻ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ വന്യജീവികളെ പ്രതിരോധിക്കാൻ നേരത്തെ ഉണ്ടായിരുന്ന സർക്കാരുകൾ ഒരുക്കിയ സംവിധാനങ്ങളൊക്കെ വൃഥാവിലായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റാത്തതായിരുന്നു എന്ന് പഴയ വനവകുപ്പ് മന്ത്രി തന്നെ തുറന്ന് സമ്മതിച്ച കാര്യമാണ്. എന്നിട്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരായിട്ടുള്ള പ്രചരണത്തിനുള്ള അവസരമായി മാധ്യമങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതുകൊണ്ട് പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ കൃഷിക്കാർക്ക് വേണ്ടി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളോട് ഞങ്ങൾ നിവേദനങ്ങളിലൂടെയും മറ്റും ചൂണ്ടിക്കാണിച്ചതുപോലെ താൽക്കാലിക പരിഹാരത്തിന് അടിയന്തര ഇടപെടൽ ഉണ്ടാവണം. ശാശ്വത പരിഹാരത്തിന് ആവശ്യമായിട്ടുള്ള നിയമ ഭേദഗതികൾ ഇന്ത്യ ഗവൺമെൻറ്റിൽ നിന്നുണ്ടാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. പിന്നെ നഷ്ടപരിഹാരത്തിൻ്റെ പ്രശ്നമാണ്. ഇവിടെ മന്ത്രി തന്നെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. നഷ്ടപരിഹാരം ഇപ്പം മനുഷ്യജീവന് മാക്സിമം 10 ലക്ഷമാണ് കണക്കാക്കുന്നത്. ആദിവാസി മേഖലയിൽ 12 ലക്ഷം വരെയാണ് കൊടുക്കുന്നത്. അപ്പം നഷ്ടപരിഹാരം ഒരു കുടുംബത്തെ ആകെ സംരക്ഷിക്കാൻ കഴിയാവുന്ന വിധത്തിൽ നഷ്ടപരിഹാരം ഉയർത്തണം. ലക്ഷക്കണക്കിന് ആളുകൾ വന്യജീവിയുടെ ആക്രമത്തിൽ മരണത്തോടടുത്ത നിലയിൽ ജീവിക്കുന്നവരായിട്ടുണ്ട്. വയനാട്ടിൽ കർഷക സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന ഒരു സഖാവ് രാത്രിയിൽ 2 വീലർ ഓടിച്ചു പോകുമ്പോൾ പന്നി മുറിയത്തിൽ ഓടിയിട്ട് വീണ് ഇപ്പോഴും ഏതാണ്ട് 3 വർഷമായി കിടന്ന കിടപ്പിലാണ്. ഇങ്ങനെ പരിക്ക് പറ്റി കിടക്കുന്ന ധാരാളം മനുഷ്യരുണ്ട് വന്യജീവി ആക്രമണത്തിൻ്റെ ഫലമായി. അവർക്കാവശ്യമായ സംരക്ഷണം ഉണ്ടാകണം. അപ്പോൾ മരണപ്പെട്ടവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം, പരിക്കേറ്റവർക്കുള്ള നഷ്ടപരിഹാരം, ഇതൊക്കെ ഉയർത്തി ജനങ്ങളിൽ ആത്മവിശ്വാസമുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഭാഗത്തുനിന്നുണ്ടാവുക വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കാണിക്കുന്ന കർഷകാനുകൂല നിലപാട് ആർക്കാണ് നിഷേധിക്കാനാവുക? നേരത്തെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഈ പന്നിശല്യത്തെ നിയന്ത്രിക്കാൻ വേണ്ടി UDF ഗവൺമെൻറ് നൽകിയ ഒരു ഉത്തരവുണ്ടായിരുന്നു. കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന പന്നിയെ
കൊല്ലാനുള്ള അനുമതിയായിരുന്നു അത്. പക്ഷേ വ്യവസ്ഥ എന്തായിരുന്നു? ഗർഭിണികളായ പന്നികളെ വെടിവെക്കാൻ പാടില്ല, കൊല്ലാൻ പാടില്ല. ഇവിടെ രാത്രികാലങ്ങളിൽ കൃഷിയിടത്തിലിറങ്ങുന്ന പന്നിയെ ഗർഭിണിയാണോ അല്ലയോ എന്നെങ്ങനെ തിരിച്ചറിയാൻ കഴിയുന്നതാണ്? അപ്രായോഗികമായിട്ടുള്ള വ്യവസ്ഥകളോടെ ആയിരുന്നു ആ ഉത്തരവ്. അതുകൊണ്ട് ആ കാലത്തൊന്നും ചെയ്യാൻ പറ്റിയില്ല. LDF സർക്കാർ വന്നു, പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം ഈ വ്യവസ്ഥകളെല്ലാം എടുത്തു മാറ്റി കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന പന്നിയെ കൊല്ലാനുള്ള ഉത്തരവും പന്നിയെ കൊന്നു കഴിഞ്ഞാൽ ഫോറസ്റ്റിന് വിട്ടുകൊടുക്കുക എന്നുള്ളതുമായിരുന്നു വ്യവസ്ഥ. ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ആവശ്യത്തിന് വെടിവെച്ച് കൊല്ലാനുള്ള ആളുകളെ കിട്ടാത്ത, ടീമിനെ കിട്ടാത്ത പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നു ചേർന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറേ കൂടി കൃഷിക്കാർക്കും ജനങ്ങൾക്കും അനുകൂലമാകുന്ന വ്യവസ്ഥകളെന്ന നിലയിൽ തദ്ദേശ ഭരണ സ്ഥാപന അധ്യക്ഷന്മാർക്ക് അധികാരം കൊടുത്തുകൊണ്ട് ഉത്തരവ് നൽകിയത്. അതുകൊണ്ട് ഞങ്ങൾ കർഷക സംഘടനാ രംഗത്ത് ചർച്ച ചെയ്യുമ്പോൾ വരുന്നൊരു കാര്യം, വലിയ തോതിൽ പന്നികളുടെ എണ്ണം കുറയുന്നുണ്ട് എന്നാണ്. പല പഞ്ചായത്തുകളും ജനകീയ കമ്മിറ്റികളുണ്ടാക്കി നാടൻ തോക്കുകൾ ഉപയോഗിച്ച് തന്നെ വിദഗ്ധമായി പന്നിയെ വെടിവെക്കുന്ന പഴയ രീതിക്കാരൊക്കെ ഉണ്ട്. ഈ കാര്യത്തിൽ വിദഗ്ധന്മാരുടെ കുറവൊന്നും പലയിടത്തും ഇല്ല. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ അധ്യക്ഷതയിൽ സമിതിയുണ്ടാക്കി ചില പഞ്ചായത്തുകളിൽ പന്നിയുടെ ശല്യം തന്നെ ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ പ്രശ്നം, ഇതിൻ്റെ ചെലവ് നിർവഹിക്കാൻ കഴിയുന്നതിന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടത്ര ഫണ്ടില്ല എന്ന പരാതിയാണ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ പറയുന്നത്. ജനകീയ കമ്മിറ്റി ഉണ്ടാക്കിയാൽ അതിനൊക്കെ പരിഹാരം ഉണ്ടാവും. അതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിലേക്ക് നിക്ഷിപ്തമായ ഈ അധികാരത്തെ ഉപയോഗിക്കാൻ പന്നിയുടെ കാര്യത്തിൽ നമ്മുടെ രാജ്യത്തിലെ കർഷക സംഘടനകളും പൊതു താല്പര്യമുള്ളവരും ഒക്കെ മുൻകൈ എടുത്തു കഴിഞ്ഞാൽ പന്നിയുടെ ശല്യം ക്ലീനാക്കാൻ പറ്റും എന്ന വിശ്വാസമാണ് ഞങ്ങൾ കർഷക സംഘടനകൾക്കുള്ളത്. അപ്പോൾ കൃഷിക്കാർ വേറെ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ പന്നിയെ കൊന്നു കഴിഞ്ഞാൽ മണ്ണെണ്ണ ഒഴിച്ച് കുഴിയിലിട്ട് കത്തിക്കണം. അത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് കാണിച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ ഇപ്പോൾ കൃഷിക്കാർ പറയുന്നത് മണ്ണെണ്ണ ഒഴിക്കുന്നതിന് പകരം വെളിച്ചെണ്ണ ഒഴിച്ച് കൈകാര്യം ചെയ്യാനുള്ള അവകാശം വേണമെന്നാണ്. അപ്പോൾ അതിലേക്ക് സർക്കാരിന് പോകാനാവുമോ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് കേരളത്തിലെ സർക്കാർ കൃഷിയിടത്തിലിറങ്ങുന്ന പന്നിയെ വെടിവെച്ച് കൊല്ലാനുള്ള ഏറ്റവും ലിബറലായിട്ടുള്ള അനുമതി തദ്ദേശ ഭരണ അധ്യക്ഷന്മാർക്ക് നൽകിയ സാഹചര്യത്തിൽ പന്നിയുടെ കാര്യത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ എല്ലാ പഞ്ചായത്തുകളിലും വാർഡ് തലത്തിലും ഉണ്ടാക്കാൻ കഴിയണം. മിക്കവാറും രാത്രികാലങ്ങളിൽ നെറ്റിക്ക് ലൈറ്റൊക്കെ വെച്ച് വെടിവെച്ച് കൊല്ലാനുള്ള വിദഗ്ധന്മാർ പലയിടങ്ങളിലുമുണ്ട്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഷൂട്ടർമാരുടെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ പല പഞ്ചായത്തുകളിലും ഇതിൻ്റെ ടീമുള്ളത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അയച്ചു തരാനും പറ്റും. അതിൻ്റെ ചിലവ് വഹിക്കണമെന്ന് മാത്രം. അപ്പോൾ ആ നിലയ്ക്ക് പന്നിയുടെ കാര്യത്തിൽ LDF സർക്കാർ സ്വീകരിച്ചിട്ടുള്ള ഈ സമീപനത്തെ നമുക്ക് പ്രയോഗത്തിൽ വരുത്താനാവണം. എന്നാൽ പുലിയുടെ കാര്യത്തിൽ ഇവിടെ അതിൻ്റെ നിയമവശങ്ങളൊക്കെ പറയാൻ വക്കീൽ ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ കേരളത്തെ വന്യജീവി മനുഷ്യ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗവൺമെൻറ് ഒരു വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട്. സാധാരണ നമ്മൾ കൊടുങ്കാറ്റും മറ്റൊക്കെ വരുമ്പോൾ രാജ്യത്ത് പ്രഖ്യാപിക്കുന്ന ചില വ്യവസ്ഥയില്ലേ, എന്താണ് പറയാതിന്? അതെ, ദുരന്ത നിവാരണ ഘട്ടത്തിലുള്ള സാഹചര്യം. അത് വനം വന്യജീവി സംഘർഷ കാര്യത്തിൽ അങ്ങനെ ഒരു ഉത്തരവ് സർക്കാർ ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വയനാട്ടിൽ രാധ എന്ന സ്ത്രീയെ കടുവ കടിച്ചു കൊന്നപ്പോൾ താമസം വിന വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് സർക്കാരിന് നൽകാൻ പറ്റിയത്. ഈ നിയമ പശ്ചാത്തലമുള്ളതുകൊണ്ടാണ്. അല്ലേ സാധാരണ നടപടിക്രമം അനുസരിച്ച് സാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ ഈ ഒരു അവസരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന മനുഷ്യനെ അപകടകരമാകുന്ന നരഭോജികളായ ജീവികളെ നമുക്ക് നേരിടുക തന്നെ വേണ്ടി വരും. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം രാധ എന്ന സ്ത്രീ വയനാട്ടിൽ പുലി കടിച്ചുകൊണ്ടുപോയ വീട്ടിൽ പോയപ്പോൾ
പരിസരവാസികളായ കൃഷിക്കാരും ആദിവാസികളായിട്ടുള്ള മനുഷ്യരൊക്കെ പറയുന്നത്, നിങ്ങൾ ഈ തോക്കൊന്നും എടുത്ത് ബുദ്ധിമുട്ടൊന്നും വേണ്ട, ഞങ്ങൾക്ക് അധികാരം തന്നാൽ മതി എന്നാണ്. ഇതിനൊക്കെ ഞങ്ങൾ നിയന്ത്രിച്ച് കാണിച്ചു തരാമെന്നാണ്. അവർ വളരെ ശുഭമായിട്ടാണ്. പക്ഷേ ഞാൻ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കേട്ട വാർത്ത, അല്ലെങ്കിൽ പത്രത്തിൽ വായിച്ച വാർത്ത, 4 കടുവ ആ മേഖലയിൽ ഇതിനകം ചത്തു എന്നാണ്. അപ്പോൾ ഇത്തരം മനുഷ്യന് അപകടകരമാകുന്ന ജീവികളെ ഗവൺമെൻറ് നിയമം വഴി നിയന്ത്രിക്കുന്നില്ലെങ്കിൽ ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്ന സാഹചര്യം വന്നു ചേരുന്നു എന്നാണ് ഇത്തരം സംഭവങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഒരു പരിഷ്കൃത സമൂഹത്തിൽ മനുഷ്യരെ പോലെ തന്നെ ജീവിക്കാൻ കാടുകൾ താമസിക്കുന്ന ജീവികൾക്കും അവകാശമുണ്ട് എന്ന് ചിന്തിക്കുന്നവരാണ് നാം എല്ലാം എന്നുള്ളതുകൊണ്ട് മനുഷ്യജീവൻ അപകടകരമാകുന്ന ഒരു സാഹചര്യം വന്നു ചേരുമ്പോൾ അത് രാജ്യത്തെ നിയമം തന്നെ അനുവദിക്കുന്നുണ്ട് അത്തരം അപകടകരമായ ജീവികളെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതിന് പറ്റിയ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. അതിന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിക്കുന്ന കർഷകാനുകൂല നിലപാട് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഒരിടത്തും ഈ അനുകൂല സാഹചര്യം ഇല്ല എന്നുള്ളത് കാണണം. ഇപ്പോൾ തമിഴ്നാട്ടിലെ ഉത്തരവിൻ്റെ മറ്റൊരു ഭാഗം ഇവിടെ മന്ത്രി തന്നെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇത്രയും ജനപക്ഷ അനുകൂലമായിട്ടുള്ള ഒരു സമീപനം ഇന്ത്യയിൽ കേരളത്തിലല്ലാതെ മറ്റൊരിടത്തുമില്ല എന്നുള്ളത് ഇന്ത്യയിലെമ്പാടും നടക്കുന്ന ഈ വന്യജീവി ആക്രമണങ്ങളുടെ കാര്യത്തിലായാലും, കൃഷിക്കാർക്ക് നൽകുന്ന അതിൻ്റെ നഷ്ടപരിഹാരത്തിൻ്റെ കാര്യത്തിലായാലും, മറ്റ് കാർഷിക വിളവുകൾ സംഭരിക്കുന്ന നയസമീപനങ്ങളുടെ കാര്യത്തിലായാലും ഇന്ത്യയിൽ കർഷകാനുകൂല നിലപാടെടുക്കുന്ന വേറിട്ട നിലപാടുള്ള ഇന്ത്യയിലെ ഒരേ ഒരു സ്റ്റേറ്റ് കേരളമാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഭരിക്കുന്ന കേരളമാണ് എന്ന വസ്തുത കൂടി നാം തിരിച്ചറിയുകയും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും LDF സർക്കാരിനെതിരായിട്ടുള്ള പ്രചാരണത്തിലുള്ള ആയുധമായി ഈ വന്യജീവി ആക്രമണ സംഭവത്തെ തെറ്റായ നില ഉപയോഗിക്കുന്ന പിന്തിരിപ്പൻ പ്രചാരവേലയെ തള്ളിക്കളയാനും സന്നദ്ധമാകണം എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ വളരെ സജീവമായ, വളരെ പ്രധാനപ്പെട്ട കാർഷിക മേഖലയെ, പ്രത്യേകിച്ച് പശ്ചിമഘട്ട മലനിരകളുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ CPM ഇത്തരമൊരു വിഷയത്തെ അടിസ്ഥാനമാക്കി പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചതിൽ ഇവിടുത്തെ പാർട്ടി നേതൃത്വത്തെ ഞാൻ ഈ അവസരത്തിൽ അഭിവാദ്യം ചെയ്യുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കണം എന്ന് വിചാരിക്കുകയാണ്. ഇതെല്ലാം ആഗോളടിസ്ഥാനത്തിൽ നടക്കുന്ന ചില നിഗൂഢ നീക്കങ്ങളുടെ ഭാഗമായിട്ട് കൂടി കാണുന്ന ഒരാളാണ് ഞാൻ. അത് നമ്മുടെ ഭൂമി തന്നെ അപകടത്തിലായിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം, ഭൂമിയുടെ വലയം ചെയ്തു നിൽക്കുന്ന ഓസോൺ പാളികൾക്ക് അപകടമുണ്ടാകുന്നു. ആ ഓസോൺ പാളികൾക്ക് അപകടമുണ്ടാക്കുന്നത് ലോകത്തെ വൻകിട വ്യവസായശാലകളിൽ നിന്ന് പുറത്തുവിടുന്ന കാർബണാണ്. കഴിഞ്ഞ പാരീസ് ഉച്ചകോടിയിൽ ഇതൊക്കെ കാണുകയും മനസ്സിലാക്കുകയും അതുകൊണ്ട് ഇതിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കാൻ സാധിക്കണമെങ്കിൽ വനവിസ്തൃതി കൂട്ടണം എന്നുള്ളത് പാരീസ് ഉച്ചകോടിയുടെ തീരുമാനമാണ്. ഈ ഓസോൺ പാളികൾക്ക് ആഘാതമുണ്ടാക്കുന്ന വികസിത മുതലാളിത്ത രാജ്യങ്ങളിലെ അഥവാ വ്യാവസായിക രാജ്യങ്ങളിലെ രാഷ്ട്രങ്ങൾ അതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കണമെന്നും വനവിസ്തൃതി വിപുലപ്പെടുത്താൻ മറ്റു രാജ്യങ്ങൾ ഇനീഷ്യേറ്റീവ് എടുക്കണമെന്നുമുള്ള പാരീസ് ഉച്ചകോടിയുടെ തീരുമാനം അത് നമ്മുടെ രാജ്യത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ലോകത്തെ 8 പ്രധാനപ്പെട്ട ഹോട്ട്സ്പോട്ടുകളിലൊന്നായി പശ്ചിമഘട്ട മലനിരകളെ കണ്ടെത്തിയിരിക്കുകയാണ് അവർ, യുനെസ്കോ. അപ്പോൾ പശ്ചിമഘട്ട മലനിരകളെ വനമായി സംരക്ഷിക്കുക എന്നുള്ളത് ആഗോളടിസ്ഥാനത്തിലുള്ള തീരുമാനമാണ്. ലോകത്തെ 8 ഹോട്ട്സ്പോട്ടുകളിലൊന്നായ പശ്ചിമഘട്ടത്തെ പൂർണ്ണമായി വനമായി സംരക്ഷിക്കണം. അങ്ങനെ സംരക്ഷിക്കാനാവണമെങ്കിൽ പശ്ചിമഘട്ട മലനിരകളിൽ താമസിക്കുന്ന മനുഷ്യരെ കുടിയൊഴിപ്പിക്കണം.
പശ്ചിമഘട്ട മലനിരകളോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് മനുഷ്യരെ കുടിയൊഴിപ്പിക്കണം. അതൊക്കെ അത്ര ലളിതമായ കാര്യമായിരിക്കില്ല. എന്നാൽ ആനയും കടുവയും പുലിയും പന്നിയും ഒക്കെ പെറ്റുവരികി വരുമ്പോൾ പശ്ചിമഘട്ട മലനിരകളും ചേർന്ന പ്രദേശങ്ങളിൽ മനുഷ്യരും താനേ ഒഴിഞ്ഞു പോകും എന്നുള്ള പ്രക്രിയയും ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് സംശയിക്കുന്ന ഒരാളാണ് ഞാൻ. കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ പഞ്ചായത്തിലെ ഒരു മലയുണ്ട്. 80 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു മല ആയിരുന്നു അത്. ആനത്താര പദ്ധതിയുടെ ഭാഗമായി ആനയുടെ സഞ്ചാരപഥങ്ങളിലൊന്നായി കണക്കാക്കുകയും ആ മലകളിൽ താമസിക്കുന്ന മനുഷ്യർ സ്ഥലം വിറ്റ് പോവുകയാണെങ്കിൽ വനം വകുപ്പ് സ്ഥലം വാങ്ങാം എന്ന് വിജ്ഞാപനം ഇറക്കുകയും ചെയ്തപ്പോൾ ആ മലയിലെ 80 കുടുംബങ്ങളും അവരെ വീടും കൃഷിയിടങ്ങളും ഒക്കെ കിട്ടുന്ന കാശിന് വനംവകുപ്പിന് കൊടുത്ത് അവരൊഴിഞ്ഞുപോയി. ആ മലയിൽ ഇപ്പോൾ ഒരു മനുഷ്യനും താമസിക്കുന്നില്ല. പശ്ചിമഘട്ടത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. വനം വകുപ്പിന് അങ്ങനെ തന്നെ ഒരു പദ്ധതിയുണ്ട്. പശ്ചിമഘട്ടത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ നിങ്ങൾ ഭൂമി വിറ്റ് പോവുകയാണെങ്കിൽ അത് വാങ്ങിക്കാൻ വനംവകുപ്പിന് പ്രത്യേക പ്രോജക്റ്റുകൾ തന്നെയുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർന്നുകൂടി വായിച്ചെടുക്കുമ്പോൾ ഗാഡ്ഗിൽ റിപ്പോർട്ടും കസ്തൂരി രംഗൻ റിപ്പോർട്ടും ഒക്കെ വനം സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ പഠനങ്ങളും റിപ്പോർട്ടുകളും എല്ലാം ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ പശ്ചിമഘട്ട മലനിരകളും അതിനോട് ചേർന്ന പ്രദേശങ്ങളിലും മനുഷ്യജീവിതം അസാധ്യമായി തീരുകയാണ് എന്നതിൻ്റെ ലക്ഷണമായിട്ട് നിരീക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷിക്കാനും കൃഷിക്കാരുടെ കൃഷിയിടങ്ങൾ സംരക്ഷിക്കാനും ഈ കാര്യത്തിൽ കൃഷിയും കൃഷിക്കാരനും വളരെയേറെ ശ്രദ്ധയോടെ ഇടപെടേണ്ടതുണ്ട് എന്നുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാഗം ചുരുക്കി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അടുത്തതായിട്ട് മുഖ്യ പ്രഭാഷണമാണ്. നമുക്കൊക്കെ സുപരിചിതനായ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ. അദ്ദേഹം നിയമവിദഗ്ധനും അതുപോലെ തന്നെ പരിസ്ഥിതി കാര്യങ്ങളിൽ വളരെയധികം താല്പര്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരാളുമാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ആദരണീയനായ മോഡറേറ്റർ, ബഹുമാന്യനായ ഉദ്ഘാടകൻ, വിഷയാവതരണം നടത്തിയ ബഹുമാന്യരെ, ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച, നന്ദി ആശംസിക്കാൻ പോകുന്ന, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന വേദിയിലെ മറ്റ് വിശിഷ്ടരെ, ഈ സെമിനാറിൽ പങ്കെടുക്കാനെത്തിയ നല്ലവരായ നാട്ടുകാരെ, പാർട്ടി സഖാക്കളെ, സുഹൃത്തുക്കളെ, വളരെ ഗൗരവമുള്ള ഏറ്റവും പ്രാധാന്യമുള്ളൊരു വിഷയം ഏതാണ്ട് 1-2 ആഴ്ച മുമ്പ് ഈ വിഷയം തീരുമാനിക്കുകയും ഇന്ന് ഈ ദിവസം തീരുമാനിക്കുകയും ചെയ്തപ്പോൾ വാസ്തവത്തിൽ ഇതിൻ്റെ സംഘാടകർ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത് നടക്കുന്ന ഈ ദിവസം കേരളത്തിലെ എല്ലാ പ്രധാന മാധ്യമങ്ങളിലെയും പ്രധാന ചർച്ച ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റാണ്. ഇന്നിപ്പോൾ എന്നെ 5 ചാനലിൽ നിന്നാണ് വിളിച്ചത്. ആന കുത്തിക്കൊല്ലുന്ന മനുഷ്യരുടെ അവകാശങ്ങളെപ്പറ്റി, മനുഷ്യരുടെ പ്രശ്നങ്ങളെപ്പറ്റി. ഞാൻ പറഞ്ഞു, കേരളത്തിൽ ഇന്നത്തെ മൂർത്തമായ സാഹചര്യത്തിൽ കേരള സർക്കാരിൻ്റെ എംബ്ലമുണ്ട്. ആ പ്രസാദ് സഖാവ് പോകുന്ന കാറിൻ്റെ മുമ്പിൽ നമുക്ക് കാണാം. അല്ലെങ്കിൽ കേരള സർക്കാർ എഴുന്നേൽക്കുക 2 ആനകളാണ് അപ്പുറത്തും ഇപ്പുറത്തും. നടുക്കാണ് കേരളം സത്യത്തിൽ ഇന്ന് 2 ആനകളുടെ നടുക്കാണ്. ഒന്ന്, കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന പ്രദേശവാസികളെ കൊല്ലുന്ന കാട്ടാന. 2, മനുഷ്യരുടെ കയ്യിലിരിപ്പ് കൊണ്ട് കാട്ടാന എന്ന ഒറ്റ ജീവിയേ ഉള്ളൂ, നാട്ടാന എന്ന് പറയുന്നൊരു ജീവിയില്ല. നമ്മളതിനെ ചട്ടം മാറ്റി മെരുക്കി നാട്ടാനയാക്കി മാറ്റി, നാട്ടാന എന്ന പേരിൽ കാട്ടാനയെ നമ്മൾ ഉത്സവത്തിന് കൊണ്ടുപോയി ആളുകളുടെ ഇടയിൽ നിർത്തി ഈ ചൂടത്ത് കാല് പൊള്ളിയാൽ നിലത്ത് ചവിട്ടാൻ കുതിരയെയോ കാളയെയോ പോലെ കുളമ്പില്ലാത്ത ഒരു ജീവി, കാട്ടിൽ ചെവിയാട്ടാതെ നിൽക്കുന്ന ആന, നാട്ടിൽ സദാസമയവും ചെവിയാട്ടുമ്പോൾ നമ്മൾ കുട്ടികളോട് പറയും ആന മേളം ആസ്വദിക്കുകയാണ് എന്ന് പറയും. അസംബന്ധം. അപ്പോൾ അത്തരത്തിലുള്ള ആനയെ കൊണ്ടുപോയി ഉത്സവങ്ങൾക്കും നാട്ടിലെ മറ്റ് പരിപാടികൾക്കും ജനങ്ങളുടെ മധ്യത്തിൽ സേഫ്റ്റി ഡിസ്റ്റൻസ് പോലും പാലിക്കാതെ നിർത്തിക്കൊണ്ട് അവിടെ പോയി ഇത് ആസ്വദിക്കാൻ നിൽക്കുന്ന പാവം ജനങ്ങൾ ആനയുടെ ചവിട്ട് കൊണ്ട് മരിക്കുന്ന
മറ്റൊരു സ്ഥിതിവിശേഷം. ഇങ്ങനെ രണ്ട് ആനകളുടെ മധ്യത്തിലാണ് ഇന്ന് സാധാരണക്കാരായ മലയാളികൾ അല്ലെങ്കിൽ കേരള സർക്കാർ നിൽക്കുന്നത്. ഈ രണ്ടും കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇതിൽ ഒരു വിഷയം, വന്യജീവി ആക്രമണം വലിയ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്തയായി വരികയും അതിനെ വലിയ തോതിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ മാധ്യമങ്ങൾ ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ മനുഷ്യരുടെ കയ്യിലിരിപ്പുണ്ട്, വേണമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഒഴിവാക്കാൻ കഴിയുന്ന ഈ നാട്ടാന കൊല്ലുന്ന ഏതാണ്ട് 8 പേരാണ് മരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ 6 മാസത്തിനിടയിൽ. അത് ഒരു തരത്തിലും ഒരു സെൻസിറ്റിവിറ്റി ഇല്ലാത്ത, ഒരു തരത്തിലും ചർച്ചയാകാത്ത, അതിലൊരു തീരുമാനവും വേണ്ട, അത്തരം കൊലകൾ യഥേഷ്ടം തുടരട്ടെ എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു വൈരുദ്ധ്യം അടങ്ങിയ ഒരു പൊതുബോധം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് പ്രാഥമികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. എല്ലാത്തരം കൊലപാതകങ്ങളും എല്ലാത്തരം മരണങ്ങളും അതിശക്തമായി എതിർക്കപ്പെടേണ്ടതും അതിൽ ഒരു പരിഹാരമുണ്ടാക്കാൻ കഴിയുമെങ്കിൽ പരിഹരിക്കേണ്ടതുമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം പരിഹരിക്കേണ്ടത് വന്യജീവിയായ ആനയെ നാട്ടിൽ കൊണ്ടുവന്ന് ആളുകളെ കൊല്ലുന്ന പരിപാടി അവസാനിപ്പിക്കണം. 2, വന്യജീവി സംഘർഷം, മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആളുകൾ പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെ പറയാൻ പാടില്ല, ഇത് ഏകപക്ഷീയമായ വന്യജീവികളുടെ ആക്രമണമാണ്. അപ്പോൾ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ ശരിയാണ്, വന്യജീവി ആക്രമണത്തിന് നമ്മൾ എന്തിനാണ് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്? ടെർമിനോളജി, ഭാഷാശാസ്ത്രമനുസരിച്ച് നമ്മളൊരു പ്രയോഗം നടത്തുമ്പോൾ അത് ജനസാമാന്യത്തിൻ്റെ ഇടയിൽ വലിയ അർത്ഥതലങ്ങൾ ഉണ്ടാക്കുന്ന സംഗതിയാണ്. ഭാഷയിൽ അങ്ങനെയാണ്, നമ്മൾ ഏത് വാക്കാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ കൺവേ ചെയ്യപ്പെടുന്നത് എന്ന് മനസ്സിലാവുന്നു. പാകിസ്ഥാൻ നമ്മളെ ആക്രമിച്ചാൽ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം എന്നല്ല പറയുക, പാകിസ്ഥാൻ ആക്രമണം എന്നാണ് പറയുക. വേറെ ഏതെങ്കിലും ഒരു രാജ്യം നമ്മളെ ആക്രമിച്ചാൽ നമ്മൾ എന്താ പറയുക? ആക്രമണം എന്നാണ് പറയുക, അല്ലാതെ സംഘർഷം എന്ന് പറയാറില്ല. EMSൻ്റെ പ്രസിദ്ധമായ ആ വാചകം ഞാൻ ഓർത്തു പോവുകയാണ്. അത് ചരിത്രപരമായ ഒരു വസ്തുത അത് മാറ്റി നിർത്തിയാൽ സംഘർഷം എന്ന് പറയുന്നത് 2 കൂട്ടരുടെയും ഭാഗത്ത് അവരവരുടേതായ ശരികളുള്ളപ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ ആക്രമണം എന്നാണ് പറയുക. എന്തുകൊണ്ടാണ് ഇത് വന്യജീവി ആക്രമണമാകാത്തതും ഇതൊരു സംഘർഷമാവുന്നതും? കാരണം വന്യജീവികൾ അവരുടെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് പുറത്തു വന്ന് മനുഷ്യ അധിവസിക്കുന്ന പ്രദേശങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം സൃഷ്ടിക്കുന്നത് മനുഷ്യരാണ് എന്നുള്ളത് കൊണ്ടാണ് അത് ആ കടന്നു വരുന്ന കോൺഫ്ലിക്റ്റിനെ അല്ലെങ്കിൽ അത് അതിക്രമിച്ച് കടക്കുന്നതിനെ നമ്മൾ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് മനുഷ്യർ തന്നെയാണ്. എന്തുകൊണ്ടായിരിക്കും മനുഷ്യർ ഉണ്ടാക്കുന്നത്? അത് കൊല്ലപ്പെടുന്ന ആളുകളാണോ? അല്ല. ഇല്ല. അപ്പോൾ മനുഷ്യർ പൊതുവായി എടുക്കുന്ന രാഷ്ട്രീയ സാമൂഹിക തീരുമാനങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി വനമേഖലയിൽ എന്തെല്ലാം തരത്തിലുള്ള നടപടികൾ ചെയ്യണം, വനത്തിനകത്തെ ഭൂമി എങ്ങനെ ഉപയോഗിക്കണം, എത്ര വനം നമുക്ക് ആവശ്യമുണ്ട്, ഈ വനത്തിനകത്ത് ജലസംരക്ഷണം എങ്ങനെ വേണം, അവിടെ ഏത് മരം നമുക്ക് കൂടുതൽ വെച്ച് പിടിപ്പിക്കണം, ഇത്തരത്തിൽ വന മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് സർക്കാരുകൾ പോളിസി അനുസരിച്ച് ചെയ്യുന്നൊരു കാര്യമാണ്. ഇന്ത്യ ഉണ്ടാവുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാരാണ് വനത്തെ സംബന്ധിക്കുന്ന പോളിസികൾ കൊണ്ടുവന്നത്. അതിനു മുമ്പ് ഇവിടെ തിരുവിതാംകൂറിൽ രാജാവിന് ഒരു ഫോറസ്റ്റിനെ സംബന്ധിക്കുന്ന പോളിസി ഉണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ കാലത്തും മനുഷ്യരുടെ അധികാരം കൈയാളിയിരുന്ന ആളുകളാണ് വനം എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടണമെന്ന് തീരുമാനിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വനത്തിനകത്ത് എന്തെങ്കിലും ഒരു ലാൻഡ്സ്കേപ്പ് ചേഞ്ച് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ഒരു ലാൻഡ് യൂസ് ചേഞ്ച് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടങ്ങളോ നേട്ടങ്ങളോ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരിട്ടുള്ള ഉത്തരവാദിത്വം മനുഷ്യരെ ഭരിക്കുന്ന ഭരണകൂടങ്ങളാണ് അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് മാനേജ്മെൻറ്റിനകത്തുണ്ടാവുന്ന പ്രശ്നങ്ങൾ കാരണം ഒരു വന്യജീവി അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കുകയാണെങ്കിൽ അതിനെ ആ വന്യജീവിയെ ഒറ്റതിരിഞ്ഞോ വന്യജീവികളെ പൊതുവായോ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അതിന് പരിഹാരം കണ്ടെത്തേണ്ടത് മനുഷ്യർക്കിടയിലാണ് എന്നതുകൊണ്ടാണ് നമ്മളതിനെ വന്യജീവി അനിമൽ കോൺഫ്ലിക്റ്റ് അഥവാ മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് പറയുന്നത്.
അപ്പോൾ ഇതിൻ്റെ പരിഹാരം കിടക്കുന്നത്, സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത് ഈ കോൺഫ്ലിക്റ്റിൻ്റെ രൂഢമൂലമായ പ്രശ്നം എന്താണ്, അതിൻ്റെ വസ്തുത എന്താണ്, അതിൻ്റെ കാരണം എന്ന് കണ്ടുപിടിക്കുന്നതിലേക്കാണ്. അവിടെ നമുക്കറിയാം വന്യജീവികൾ വളരെ താന്നു പോകുന്ന, എണ്ണത്തിൽ ഒരുപാട് കുറഞ്ഞു പോകുന്ന, ഇന്ത്യയിലെമ്പാടും വേട്ട നല്ലപോലെ ഉണ്ടായിരുന്ന ഒരു കാലമാണ് 1960കളും 70കളും. അതിനൊക്കെ വളരെ മുമ്പ് വേട്ട നല്ലപോലെ ഉണ്ട്. പക്ഷേ ആളുകൾക്ക് യഥേഷ്ടം വേട്ട നടത്താൻ കഴിയുന്ന രീതിയിലേക്ക് സ്വതന്ത്ര ഭാരതത്തിൽ അത്തരമൊരു കാലം വന്നപ്പോഴാണ് ഐക്യരാഷ്ട്രസഭയുടെ യോഗങ്ങൾ ഉണ്ടാവുന്നു. 1972 സ്റ്റോക്ക്ഹോമിൽ ഒരു മനുഷ്യനും പരിസ്ഥിതിയും എങ്ങനെ മുമ്പോട്ട് പോകണം എന്നതിനെ സംബന്ധിച്ച് ലോകത്ത് ആദ്യമായി ഒരു ചർച്ചയുണ്ടാവുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി അതിൽ പങ്കെടുക്കുന്നു. അവിടെ ഇന്ത്യയുടെ ഒരു പുതിയ പരിസ്ഥിതി നയം പ്രഖ്യാപിക്കപ്പെടുന്നു. പട്ടിണിയാണ് പരിസ്ഥിതി നാശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പട്ടിണി മാറ്റാൻ പരിസ്ഥിതി ആവശ്യമെങ്കിൽ അത് ഉപയോഗിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് ഇന്ദിരാഗാന്ധി പ്രഖ്യാപിക്കുന്നു. മാർക്സും എംഗൽസും പറഞ്ഞ പ്രകൃതിയുടെ വൈരുദ്ധ്യാത്മകതയിൽ എംഗൽസ് എഴുതിയ അതേ ആശയം തന്നെയാണ്. ഈ പ്രകൃതിയുടെ വൈരുദ്ധ്യാത്മകതയെ മനസ്സിലാക്കി അതിനോട് ഇടപെടുന്നതിൽ പട്ടിണിയും ദാരിദ്ര്യവും ഉണ്ടാവുന്നതിൻ്റെ കാരണം പരിഹരിച്ചതിന് ശേഷം മാത്രമേ പരിസ്ഥിതി സംരക്ഷണം നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ എന്ന് 72 ഇന്ത്യക്ക് പ്രഖ്യാപിക്കേണ്ടി വന്നു. 72 ഉണ്ടാക്കിയ നിയമമാണ് വന്യജീവി സംരക്ഷണ നിയമം. വന്യജീവി സംരക്ഷണ നിയമം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഷെഡ്യൂളിൽപ്പെട്ട, അത് പക്ഷികളായാലും ഉരകങ്ങളായാലും മറ്റ് മാമൽസ് ആയാലും ഏതുതരം ജീവിവർഗങ്ങളായാലും അതിനെ വേട്ടയാടുന്നത് നിരോധിക്കുന്ന നിയമമാണ് 72 വന്യജീവി സംരക്ഷണ നിയമം. ഈ നിയമം ഉണ്ടാക്കിയൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ആ കോണ്ടെക്സ്റ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വന്യജീവികൾ വലിയ തോതിൽ ഇല്ലാതാവുന്നു, വേട്ട നിരോധിക്കുന്നു, വേട്ട ഗുരുതരമായ കുറ്റമാക്കി മാറ്റുന്നു. ഈ എന്തിനു വേണ്ടിയാണ് വേട്ട നടത്തുന്നത്? പലപ്പോഴും പുലിയുടെ നഖത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആനയുടെ കൊമ്പിന് വേണ്ടി, വിലപിടിപ്പുള്ള കമ്പോള വസ്തുക്കൾക്ക് വേണ്ടി ഒരു ചരക്കായി വന്യജീവിയെ കാണുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു നിയമം കർശനമായി നടപ്പാക്കിയത്. ആ നിയമത്തിൻ്റെ സത്യസന്ധമായ നിഷ്പക്ഷമായ നടപ്പാക്കൽ കൊണ്ടാണ് 1972 മുതൽ 2020 കാലഘട്ടം വരെ നമുക്ക് നമ്മുടെ വന്യജീവി സ്വത്തിനെ പിടിച്ചു വയ്ക്കാൻ കഴിഞ്ഞത്. ഇന്നിപ്പോൾ 70കളിലോ 80കളിലോ ഉണ്ടായിരുന്നത് പോലെ വലിയ പോച്ചിങ്, വേട്ട ഇന്ന് നമ്മുടെ കാടുകളിലില്ല. വലിയ തോതിലില്ല എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. തീരെ ഇല്ല എന്ന് ഈ കഴിഞ്ഞ ദിവസം ഒരു പരിസ്ഥിതി പ്രവർത്തകൻ എന്നറിയപ്പെടുന്ന ഒരാൾ പറയുന്നുണ്ട്. അത് തെറ്റാണ്. 302 ക്രൈമാണ് നമുക്ക് കഴിഞ്ഞ വർഷത്തെ റെക്കോർഡ് പ്രകാരമുള്ളത്. പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ മൃഗങ്ങൾക്കെതിരെ കാട്ടിനകത്ത് നടക്കുന്നുണ്ട്, എൻക്രോച്ച്മെന്റ് നടക്കുന്നു, അതൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ എണ്ണം വളരെ വളരെ കുറവാണ്. 2, നേരത്തെ പറഞ്ഞ പോലെ എണ്ണത്തിൽ ഇവ വല്ലാതെ പെരുകി വരുന്നു എന്നുള്ളത് അനുഭവവേദ്യമായ ഒരു കാര്യമാണ്. ഇതിൻ്റെ ഡാറ്റ ചോദിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം സെൻസസ് നമ്മൾ പരിശോധിച്ചാൽ 1992-95 കാലഘട്ടത്തിലെ സെൻസസിൽ നിന്ന് 2018 എത്തുമ്പോഴേക്ക് കടുവയുടെയും ആനയുടെയും എണ്ണത്തിലൊക്കെ വലിയ തോതിൽ വർധനവുണ്ടായിട്ടുണ്ടെങ്കിലും 2018 സെൻസസും 23-24 ഡാറ്റയും നമ്മൾ പരിശോധിച്ചാൽ കടുവയുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞതായിട്ട് നമുക്ക് കാണാം. 120 നിന്ന് 80-89 കടുവയുടെ എണ്ണം കുറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആനയുടെ എണ്ണം 5000 നിന്ന് 1990കളിലേക്ക് കുറഞ്ഞു. ഏതാണ്ട് 3000-ലധികം ആനകൾ ഇല്ലാതാവുന്ന സ്ഥിതി ഉണ്ടായി. അങ്ങനെ എണ്ണം 18 ശേഷം താഴോട്ട് വരുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ലാക്ക് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രശ്നമാണ്. ഇത് നമ്മുടെ ഒരു പ്രശ്നമായി നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് ഈ വന്യജീവി എണ്ണത്തിൽ കൂടുന്നുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുക? ഇത് നമ്മൾ ഒരു സെമിനാറിലോ ഒരു ചായക്കടയിലോ ഒരു സർക്കാർ ഓഫീസിലോ ഇരുന്ന് പറഞ്ഞാൽ പോരാ. തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിലോ കോടതിയുടെ മുമ്പിലോ എത്തുമ്പോൾ നിങ്ങൾക്ക് വസ്തുതാപരമായി ഇത് കാണിക്കാൻ കഴിയണം. ഇതിൻ്റെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. പന്നിയുടെ കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവാൻ സാധ്യതയില്ല. കാട്ടുപന്നിയെ വെർമിനായി പ്രഖ്യാപിച്ച്, അതായത് ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ച് വെടിവെച്ച് കൊല്ലാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകണം എന്ന കാര്യത്തിൽ ഒരാൾക്കും, കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകർക്കൊന്നും ഒരു സംശയവും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആഗോള അജണ്ടയുടെ ഭാഗമായി പശ്ചിമഘട്ടം സംരക്ഷിച്ചുകൊണ്ട് അതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്ന വിഷയാവതരകൻ്റെ അഭിപ്രായത്തോട് എനിക്ക് വ്യക്തിപരമായി വിയോജിപ്പാണ്. കാരണം വസ്തുതകൾ വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ പശ്ചിമഘട്ടത്തെ ഒരു വനമേഖലയാക്കാൻ ഒരു ആഗോള ഏജൻസിയും, ഒരു ദേശീയ ഏജൻസിയും, ഒരു സംസ്ഥാന ഏജൻസിയും ആരും തീരുമാനിച്ചിട്ടോ അഭിപ്രായപ്പെട്ടിട്ടോ ഇല്ല എന്ന് നമുക്ക് കാണാം. ഇക്കാര്യത്തിൽ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടാണ്. ഏതാണ്ട് 12 വർഷം മുമ്പ്, ഇതിപ്പോൾ 2025 ഫെബ്രുവരിയാണ്,
12 ഫെബ്രുവരിയിൽ ഇതുപോലൊരു വൈകുന്നേരം കണ്ണൂർ ജില്ലയിലെ ഒരു മലയോര മേഖലയിൽ ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ സംസാരിക്കുകയും ഞാൻ തൊട്ടപ്പുറത്ത് നിന്ന് പരിഭാഷപ്പെടുത്തുകയും ചെയ്തൊരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലാനുള്ള അവകാശം കർഷകന് കൊടുക്കണമെന്ന് കമ്മിറ്റി റിപ്പോർട്ടിൽ എഴുതുകയും തീരുമാനിക്കുകയും ചെയ്തൊരു കമ്മിറ്റിയാണ് ഞങ്ങളുടേത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനകത്ത് വെർമിനായി ഡിക്ലെയർ ചെയ്യേണ്ട, ക്ഷുദ്രജീവിയായി ഡിക്ലെയർ ചെയ്യേണ്ട ജീവജാലങ്ങളെ അങ്ങനെ ചെയ്യണം എന്ന് വാദിച്ച പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ് ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ. അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു. ഇവിടെ ശ്രീ വത്സൻ പന്നോളി സൂചിപ്പിച്ചതുപോലെ ഈ പന്നിയെ വെടിവെച്ച് കഴിഞ്ഞാൽ പെട്രോളോ അല്ലെങ്കിൽ മണ്ണെണ്ണയോ ഒഴിച്ച് കത്തിക്കുന്നത് വാസ്തവത്തിൽ എന്തൊരു വലിയ ദേശീയ നഷ്ടമാണ്. അത് വെളിച്ചെണ്ണ ഒഴിച്ച് കത്തിക്കുകയും അതിലേക്ക് കുറച്ച് പെപ്പറോ കുരുമുളകോ മറ്റ് അല്ലെങ്കിൽ സംഗതികൾ ചേർത്ത് ആളുകൾക്ക് ഭക്ഷണമാക്കി കൊടുക്കുകയും ചെയ്യണം. വന്യജീവി നിയമത്തിൻ്റെ കീഴിൽ അല്ലെങ്കിൽ വനം വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വനശ്രീ പോലെയുള്ള തേനും മറ്റ് വനവിഭവങ്ങളും വിൽക്കുന്ന കുടുംബശ്രീ യൂണിറ്റുകൾ അല്ലെങ്കിൽ വനശ്രീ യൂണിറ്റുകളിൽ എന്തുകൊണ്ട് നമുക്ക് കാട്ടുപന്നിയുടെ ഇറച്ചി പാക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് 2012 പ്രസംഗിച്ച ആളാണ് ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ. ആ ചോദ്യം നമ്മുടെ മുമ്പിൽ ഇപ്പോഴും പ്രസക്തമാണ്. അതിന് കേന്ദ്ര സർക്കാർ സമ്മതിക്കുമോ ഇല്ലയോ എന്ന പ്രശ്നമുണ്ട്. സമ്മതിച്ചില്ലെങ്കിൽ മറ്റ് പല കാര്യത്തിലും നമ്മൾ ദേശീയ തലത്തിൽ സമരം ചെയ്യുന്നത് പോലെ സമരം ചെയ്യേണ്ടത്. കാരണം ഏറ്റവും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഭക്ഷണമാണ് കാട്ടുപന്നിയുടെ ഇറച്ചി. എന്തുകൊണ്ടാണ് കാട്ടുപന്നിയുടെ ഇറച്ചി നമുക്ക് ലഭ്യമാക്കാൻ കഴിയാത്തത്? ഒരു പ്രശ്നം, നമ്മുടെ ഒരു പന്നിയെ വെടിവെക്കാനുള്ള അരസമ്മതം സർക്കാർ കൊടുത്താൽ കാട്ടിനകത്ത് കയറി പന്നികളെ മുഴുവനും വെടിവെച്ച് കൊല്ലാൻ തയ്യാറുള്ളൊരു ജനം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇതൊരു വലിയ പ്രശ്നമാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരല്പം പെർമിഷൻ കൊടുത്താൽ അത് മിസ്യൂസ് ചെയ്യുന്ന ആളുകളുള്ള ഒരു നാട്ടിൽ സ്വാഭാവികമായിട്ടും വനം വകുപ്പ് ശക്തമായിട്ടുള്ള എതിർപ്പുന്നയിക്കും. കാരണം കാട്ടുപന്നിയും അതിൻ്റെ കുഞ്ഞുങ്ങളും കടുവയുടെയും കാടിൻ്റെയും ആവാസ വ്യവസ്ഥയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കാട്ടിനകത്ത്. കാടിന് പുറത്ത് നേരത്തെ ഇവിടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ കുറുക്കൻ്റെ നാശം വലിയ തോതിലുള്ള പബ്ലിഷ്ഡ് ആയിട്ടുള്ള പിയർ റിവ്യൂഡ് ശാസ്ത്രീയമായ പേപ്പേഴ്സ് തന്നെയുണ്ട്. കേരളത്തിൽ ഈ ഷെല്ലുള്ള ജീവജാലങ്ങളുടെ അന്ത്യത്തോടു കൂടിയാണ് കുറുക്കനില്ലാതായത്. നമ്മുടെ പ്രദേശങ്ങളിലെല്ലാം പണ്ട് കൊച്ചു കൊച്ചു കാടുകളുണ്ടായിരുന്നു. ഒരു കാടുമില്ലാത്ത ആലപ്പുഴയിൽ ജില്ലയിൽ പോലും നമ്മൾ നോക്കിയാൽ കുറ്റിക്കാടുകളുണ്ടായിരുന്നു. ഈ കുറ്റിക്കാടുകളൊക്കെ കുറുക്കൻ്റെ ആവാസ വ്യവസ്ഥയായിരുന്നു. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ധാരാളം ചെറിയ പ്രായത്തിൽ, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 95 മുതൽ 97 വരെയൊക്കെയുള്ള എൻ്റെ ചെറുപ്പകാലത്ത് കാസർഗോഡ് ജില്ലയിലെ ഒരു പട്ടണമല്ല, ഒരു ഗ്രാമപ്രദേശത്ത് ഒരു കുറുക്കൻ കൂവും, തൊട്ട് പുറകെ അടുത്ത കുറുക്കൻ കൂവും, ഇഷ്ടംപോലെ കുറുക്കന്മാർ കൂവുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ കുറുക്കൻ്റെ കരച്ചിലൊന്നും ഇപ്പോൾ കേൾക്കാനില്ല. ഈ കുറുക്കന്മാർ പിടിച്ചു തിന്നുന്നതായിരുന്നു ഈ കാട്ടുപന്നിയുടെ അല്ലെങ്കിൽ നാട്ടിലെ പന്നികളുടെ കുട്ടികളെ. അതിൻ്റെ പ്രധാന ഭക്ഷണമായിരുന്നു. ഈ ആവാസ വ്യവസ്ഥയുടെ കണ്ണി മുറിഞ്ഞു പോകുന്നത് വാസ്തവത്തിൽ ഒരു ബയോളജിക്കൽ റീസണാണ്. അത് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ നമ്മൾ നോക്കണം. കാരണം നമ്മൾ പണം കൊടുത്ത് ചെയ്യുന്ന പല കാര്യങ്ങളും സൗജന്യമായി പ്രകൃതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. അത് കിട്ടാതെ ആകുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മൾ തോക്കും കൊണ്ട് ഇറങ്ങേണ്ടി വരുന്നത്. ഇനി വന്യജീവിയുടെ വനത്തിൽ നിന്നുള്ള പുറത്തേക്കുള്ള വരവിൻ്റെ കാര്യത്തിലും നമ്മുടെ ഫോറസ്റ്റ് ക്യാപ്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് 30% വേണമെന്നാണ് ദേശീയ പോളിസി പറയുന്നത്. ആ ദേശീയ പോളിസിയോടൊപ്പം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മുടെ വന വിസ്തൃതി കാര്യമായി ഒന്നും വർദ്ധിപ്പിച്ചിട്ടില്ല. നമ്മൾ ഒരു കാലത്തും വർദ്ധിപ്പിച്ചിട്ടില്ല. എന്നാൽ വനം കയ്യേറ്റം വലിയ തോതിൽ കൂടിയിട്ടുണ്ട്. 1177 ശേഷമുള്ള വനം കയ്യേറ്റം ഒഴിപ്പിക്കുമെന്ന് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും നിലപാടെടുത്തിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. ഏതാണ്ട് 5400 ഹെക്ടർ വനഭൂമി കയ്യേറിയത് ഒഴിപ്പിക്കാൻ നമ്മൾ ഇനിയും ബാക്കി കിടക്കുന്നുണ്ട്. വനം കയ്യേറ്റം ഇപ്പോഴും പല സ്ഥലത്തും നടക്കുന്നുണ്ട്. പക്ഷേ അതൊന്നുമാണ് ഈ വന്യജീവി സംഘർഷത്തിന് കാരണമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായ അന്വേഷണത്തിലും വായനയിലും മനസ്സിലാക്കിയൊരു കാര്യം, മനുഷ്യർ റോഡ് നിർമ്മിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു കാട്ടിലൂടെ പണ്ട് കാലത്ത് ഒരു റോഡ് നിർമ്മിക്കുമ്പോൾ, ഇപ്പോൾ മൂന്നാറിലേക്ക് പോകുന്ന റോഡ് അല്ലെങ്കിൽ മൂന്നാറിൽ നിന്ന് ചിന്നാറിലേക്ക് പോകുന്ന റോഡ്, ഈ റോട്ടിലൊക്കെ പണ്ട് സ്ഥിരമായി ആനയുണ്ടായിരുന്നു എന്ന് അവിടെയുള്ള പഴയകാല DFOമാരോട് ആരോട് ചോദിച്ചാലും അറിയാം. ഒരാനയെ സൈറ്റ് ചെയ്യുന്നത് വാസ്തവത്തിൽ ഒരു വാർത്തയേ ആയിരുന്നില്ല. 1, 2, 3 ആനകൾ ആ റോട്ടിൽ യഥേഷ്ടമുണ്ടായിരുന്നു. ആനകൾക്ക് വരേണ്ടപ്പോൾ ആനകൾക്ക് പാസ് ചെയ്യാനുള്ള സംവിധാനമുള്ളപ്പോൾ മനുഷ്യർ കടന്നു പോകുമ്പോൾ മനുഷ്യരും കടന്നു പോകുമായിരുന്നു. ഇന്നിപ്പോൾ ഈ റോഡുകളെല്ലാം നിരന്തരമായി വാഹനങ്ങൾ പോകുന്ന റോഡുകളായി മാറി. നമ്മുടെ ഇക്കോ ടൂറിസം സൈറ്റുകൾ നിങ്ങൾ വെറുതെ ഒന്ന് പരിശോധിച്ച് നോക്കും. നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടാവും വനം വകുപ്പിൽ. ഇക്കോ ടൂറിസം സൈറ്റുകൾ അല്ലെങ്കിൽ വനം വകുപ്പ് നേരിട്ട് നടത്തുന്ന ടൂറിസം ലൊക്കേഷനുകൾ, ഇത്തരം സ്ഥലങ്ങളിൽ 20 വർഷം മുമ്പ് പോകുന്ന ആളുകൾ എങ്ങനെയാണ് അവിടെ പോയി തിരികെ വന്നിരുന്നത്, ഇപ്പം ആ ആളുകൾ എങ്ങനെയാണ് പോകുന്നത്? ഇപ്പം ഗവി പോലെയുള്ള ഒരു പ്രദേശത്തേക്ക് പോവുകയും വരികയും ചെയ്യുന്ന വാഹനങ്ങളുടെ എണ്ണവും പോകുന്ന ആളുകളുടെ ആസുരികമായ വണ്ടി ഓടിക്കുന്ന രീതിയും ആ വനത്തോട് ചെയ്യുന്ന ഒരു സ്വഭാവവും വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രദേശത്തുള്ള വന്യജീവികൾക്ക് അവിടെ നിന്ന് അകന്നു പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകുന്നു.
അപ്പം നിങ്ങൾക്കൊരു ഇതൊരു ഫോറസ്റ്റ് ആണെന്ന് കണക്കാക്കുക. ഈ ഫോറസ്റ്റിൽ നമ്മൾ ഇതിലേ കൂടെ വന്ന് ഇവിടെ താമസിച്ച് തിരിച്ചു പോകുമ്പോൾ നമ്മൾ വളരെ സൈലൻ്റായി പോയി വരികയാണെങ്കിൽ ഈ ഫോറസ്റ്റിൻ്റെ ഈ പ്രദേശത്തുള്ള ജീവികളെല്ലാം ഇവിടെ തന്നെ ഉണ്ടാവും. അതേസമയം നമ്മൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് ശബ്ദമുണ്ടാക്കിയോ അല്ലെങ്കിൽ ആ വന്യജീവി ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടമുണ്ടാക്കിയോ ചെയ്തിട്ടാണെങ്കിൽ ഈ മനുഷ്യർ വരുന്ന പ്രദേശത്തുനിന്ന് 2 or 3 സൈഡിലേക്ക് മാറിപ്പോകാനുള്ള ടെൻഡൻസി ഈ ജീവജാലങ്ങൾക്കുണ്ടാവും. ഇവിടെ നിന്ന് മാറിപ്പോകുന്ന ഒരു ആന തൊട്ടിപ്പുറത്തേക്കും ഇവിടെ നിന്ന് മാറിപ്പോകുന്ന ഒരു ആന തൊട്ടിപ്പുറത്തേക്കും പോയാൽ ഈ ടെറിട്ടോറിയൽ തള്ളൽ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ആന നാട്ടിലിറങ്ങാൻ കാരണമാവും. ടൈഗറിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കറിയാം, ഇവിടെ നിന്നൊരു ടൈഗർ 1 കിലോമീറ്റർ റീലൊക്കേറ്റ് ചെയ്താൽ ആ ടൈഗറിൻ്റെ ടെറിട്ടറി അടുത്ത ടൈഗർ അറ്റാക്ക് ചെയ്യുകയും അങ്ങനെ ഇവിടെ നമ്മൾ 1 ഏക്കർ കയ്യേറിയാൽ ഈ കാടിൻ്റെ മറ്റേ അറ്റത്ത് അതൊരുപക്ഷെ മുതുമല ടൈഗർ റിസർവിലായിരിക്കും, ഒരുപക്ഷെ പറമ്പിക്കുളത്തായിരിക്കും, ഒരുപക്ഷെ പെരിയാർ ടൈഗർ റിസർവിലായിരിക്കും. ഇതിൻ്റെ മറ്റേ അറ്റത്താണ് ഇത് ജനവാസ പ്രദേശങ്ങളിൽ ഇറങ്ങുക. ഇത് വളരെ പ്രൂവണായിട്ടുള്ള കാര്യമാണ്, സാറ്റലൈറ്റ് സർവേ വിധം തെളിയിച്ച കാര്യമാണ്. നമ്മൾ എവിടെയാണ് വനത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അവിടെയല്ല പലപ്പോഴും വന്യജീവി സംഘർഷം ഉണ്ടാകുന്നത്, അത് അതിൻ്റെ മറ്റേ സൈഡിലാണ്. 3ാമത്തെ പ്രശ്നം അപ്പോൾ ഇത് പരിഹരിക്കാൻ എന്ത് ചെയ്യും? ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് വളരെ കർക്കശമായും കാര്യക്ഷമമായും സയൻറ്റിഫിക്കായി നടപ്പാക്കുക. നല്ല സാറ്റലൈറ്റുകൾ 7 or 8 കോടി രൂപ കൊടുത്താൽ അമേരിക്കയുടെ ക്വിക്ക് ബേർഡ് പോലത്തുള്ള 1ാം തരം സാറ്റലൈറ്റുകൾ കിട്ടും, അതിൻ്റെ ഇമേജറി കിട്ടും. ഓരോ ആനയും എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നോക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് നമുക്കുണ്ട്. ഇല്ലെങ്കിൽ ചെറിയ പൈസ കൊടുത്താൽ അത്തരം സംവിധാനങ്ങൾ ലഭ്യമാക്കാൻ കഴിയും. ഈ ആനയുടെ സഞ്ചാരപാതകൾ പരിശോധിച്ച് മനുഷ്യരുടെ പ്രദേശത്തേക്ക് വരുമ്പോൾ അതിനെ തിരിച്ചുവിടാനുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ കഴിയും. എണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിൽ കള്ളിങ് നടപ്പാക്കാൻ കഴിയും. എല്ലാവരും യോജിച്ചത് ഞാൻ യോജിക്കുകയാണ്, കള്ളിങ് നടപ്പാക്കാൻ കഴിയും. ആനയായാലും കടുവയായാലും ഏത് ജീവിയായാലും ആ കാടിന് പറ്റാത്ത രീതിയിൽ എണ്ണത്തിൽ കൂടിയാൽ അതിനെ വെടിവെച്ച് കൊല്ലാനോ റീലൊക്കേറ്റ് ചെയ്യാനോ, ആദ്യത്തെ ശ്രമം റീലൊക്കേറ്റ് ചെയ്യാനായിരിക്കണം. പറ്റിയില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലണം, ഇല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയണം. ഇതിന് മനുഷ്യർ അങ്ങനെ തന്നെയാണ് കൺസർവേഷൻ ലോകത്ത് എല്ലായിടത്തും നടപ്പാക്കിയിട്ടുള്ളത്. പക്ഷേ എണ്ണത്തിൽ കൂടുതലുണ്ട് എന്ന് ഉറപ്പാക്കുന്ന സർവേ സംവിധാനങ്ങൾ നമ്മൾ നടപ്പാക്കണം. പന്നി, കുരങ്ങൻ പോലെയുള്ള ഒരു തരത്തിലും വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ കീഴിൽ പ്രൊട്ടക്ഷൻ ആവശ്യമില്ലാത്ത അത്രയും എണ്ണത്തിൽ കൂടുതലാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ജീവജാലങ്ങളുടെ കാര്യത്തിൽ നമുക്ക് നേരിട്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാർ വഴി ഇത് നടപ്പാക്കാൻ കഴിയണം. ഇത്തരത്തിൽ ഘട്ടം ഘട്ടമായിട്ട് വേണം നമ്മളിതിനെ, ഓരോ ലെയറായിട്ട് വേണം ഇതിനെ സമീപിക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ലാർജർ പിക്ചർ ഇതൊന്നുമല്ല. നമ്മളിത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണ് പ്രകൃതിയുടെ വിഭവങ്ങളെ കാണുന്നത്? അത് രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത്. അത് ഏതെങ്കിലും ഒരു പ്രദേശത്തെ ഏതെങ്കിലും ഒരു വിഷയമായിട്ടല്ല കാണുന്നത്. അതൊരു പാരിസ്ഥിതിക പ്രശ്നമായിട്ട് പോലും അല്ല കാണുന്നത്, അത് രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് രാധയെ പോലുള്ള ആളുകൾക്ക് 1 സെൻറ്റ് ഭൂമി കിട്ടാൻ വേണ്ടി കടുവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് തൊട്ടടുത്ത് പോയി താമസിക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് ഇപ്പോഴും ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് പ്രകാരം ഫോറസ്റ്റിനകത്ത് പട്ടയം ചോദിച്ച് സർക്കാരിൻ്റെ പടിക്കൽ പോയി നിൽക്കേണ്ടി വരുന്നത്? കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത് പോലും 1000കണക്കിന് ഏക്കർ സ്ഥലം, കൃഷിയോഗ്യമായ സ്ഥലം, മനുഷ്യർക്ക് താമസിക്കാനും കൃഷി ചെയ്യാനും നല്ല വിളവുൽപ്പാദിപ്പിക്കാനും കഴിയുന്ന സ്ഥലം തരിശിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് ലാഭമുണ്ടാക്കുന്ന തരത്തിൽ മാത്രം കൈവശപ്പെടുത്തിയിരിക്കാവുന്ന, ആ തദ്ദേശീയരായ മനുഷ്യർക്ക് തൊഴിൽ പോലും കിട്ടാത്ത രീതിയിൽ കൈവശപ്പെടുത്തിയിരിക്കുന്ന വൻകിട തോട്ടങ്ങളുള്ള പ്രദേശമാണ് കേരളം. ഈ തോട്ടഭൂമികൾ സമയബന്ധിതമായി എടുക്കാൻ നമുക്ക് ലാൻഡ് റിഫോംസ് ആക്ടിൻ്റെ കാലത്ത് കഴിഞ്ഞിരുന്നില്ല. കാരണം ഭൂപരിഷ്കരണ നിയമം 63 നടപ്പാക്കുമ്പോൾ തോട്ടം തൊഴിലാളികളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് നമ്മൾ തോട്ടം മുതലാളിമാർക്ക് അത്തരമൊരു ഇളവ് കൊടുത്തത്. നിങ്ങളെ തോട്ടം പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ തോട്ടമായി നിലനിർത്തേണ്ട ആവശ്യകതയെപ്പറ്റി. ഇന്നിപ്പോൾ തോട്ടം തൊഴിലാളികൾക്ക് അതിൻ്റെ മെച്ചം കിട്ടിയോ എന്ന് പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ തോട്ടം ബൈഫർക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ, വൈവിധ്യവൽക്കരണം തോട്ടത്തിൻ്റെ മേഖലയിൽ നടപ്പാക്കാൻ പോവുകയാണ് ഈ ഗവൺമെൻറ്. അതുകൊണ്ടാണ് തോട്ടം എന്ന് പറയുന്ന ഒരു വിഷയത്തെ, പ്ലാന്റേഷനെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലേക്ക് കൊണ്ടുവന്നത്. ആ വൈവിധ്യവൽക്കരണം നടപ്പാക്കുമ്പോൾ ഫ്രിഞ്ച് ഏരിയയിൽ താമസിക്കുന്ന, ഭൂമിയില്ലാത്ത, എല്ലാ ദിവസവും ഈ വന്യജീവികളോട് സംവദിച്ച് മാത്രം, മല്ലടിച്ച് മാത്രം ജീവിക്കേണ്ടി വരുന്ന ഈ മനുഷ്യരെ പുനരധിവസിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ എന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല? നല്ല കൃഷിയിടങ്ങൾ, കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് കൊടുക്കാൻ കഴിയാത്തത് വാസ്തവത്തിൽ മനുഷ്യരും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ ഭാഗമാണ്. ഞാൻ അടിവരയിട്ട് പറയുന്നു, മനുഷ്യരും തമ്മിലുള്ള സംഘർഷം, വിഭവങ്ങൾക്ക് വേണ്ടി നടത്തുന്ന സംഘർഷം പരിഹരിക്കാതെ മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള, അല്ലെങ്കിൽ വന്യജീവിയും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കാൻ കഴിയില്ല എന്നാണ് രാഷ്ട്രീയമായി മാർക്സിസത്തെ വായിക്കുന്ന ഏതൊരാൾക്കും പറയാൻ കഴിയുള്ളൂ. ഈ സംഘർഷം നമ്മൾ പരിഹരിക്കേണ്ടത് പൊളിറ്റിക്കലി ആയിരിക്കണം, രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. എൻ്റെ വീട് 10 or 50 ലക്ഷം രൂപ കൊടുത്ത് ഞാൻ കെട്ടിവെച്ചിരിക്കുന്ന വീട്
എനിക്ക് പൂട്ടിയിടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് ആർക്കും കൊടുക്കില്ല, അതുകൊണ്ട് 18 ലക്ഷം വീട് കേരളത്തിൽ പൂട്ടിയിടുന്നു. ഇത് തെറ്റാണെന്ന് പറയുന്ന ബജറ്റാണ് ഈ വർഷം കേരള നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് പൂട്ടിയിടുന്ന വീടുകൾ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമെന്ന് പറയുന്നത്. എന്തുകൊണ്ട് നമുക്ക് പൂട്ടിയിടുന്ന കൃഷിസ്ഥലങ്ങൾ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് അത്തരം ലീസുകളും സംവിധാനങ്ങളും നമുക്ക് ഒരുക്കാൻ കഴിയുന്നില്ല? അങ്ങനെ ക്രമേണ ആനത്താരകൾ നമുക്ക് തിരിച്ച് ആനത്താരകളായിട്ട് കൊണ്ടുവരാൻ കഴിയുന്നത്ര പ്രദേശങ്ങളിൽ, ചില പ്രദേശങ്ങളിൽ ആനത്താരകൾ ആവശ്യമായിട്ട് വരും. അവിടെ 10-15 ലക്ഷം രൂപ, ചിലപ്പോൾ 25 ലക്ഷം രൂപ. ദേശീയപാതയ്ക്ക് സ്ഥലമെടുക്കുമ്പോൾ എത്ര നഷ്ടപരിഹാരം കൊടുത്തോ അതേ അളവിൽ എല്ലാ മാന്യതയും നിലനിർത്തിക്കൊണ്ട് ഈ ആളുകളെ അവിടുന്ന് പുനരധിവസിപ്പിക്കാതെ വഴിയില്ലാത്ത ആളുകളെ അങ്ങനെ പ്രദേശങ്ങൾ കണ്ടുപിടിച്ചിട്ട് അവിടുന്ന് പുനരധിവസിപ്പിക്കാൻ കഴിയണം. അല്ലാതെ അവരോട് അവിടുന്ന് ഒഴിഞ്ഞു പോയിക്കോളൂ എന്ന് പറയുകയല്ല വേണ്ടത്. പറ്റുമെങ്കിൽ മാത്രം അവിടുന്ന് ഒഴിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം. അല്ലാത്തവർക്ക് ഫെൻസിങ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊടുക്കണം. വനം വന്യജീവി വകുപ്പിനെ പറ്റി ഒരു വാക്കുകൂടി പറയാതെ നിർത്താൻ വയ്യ. പല വനം വന്യജീവി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും ഇതൊരു താപ്പായി എടുത്തുകൊണ്ട് ഇതിനകത്ത് കച്ചവടം നടപ്പാക്കുന്ന സംവിധാനമുണ്ട്. 2 വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് കേസെടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കടുവ പിടിക്കാത്ത പശു കടുവ പിടിച്ച് കൊന്നതാണ് എന്ന് പറഞ്ഞ് വ്യാജരേഖ ഉണ്ടാക്കിയതിൻ്റെ പേരിൽ 3 പേര് സസ്പെൻഷനിലാണ്. അത് മാത്രമല്ല, ഒരിടത്തും പരീക്ഷിച്ച് വിജയിക്കാത്ത പല മോഡലുകളും ചില പ്രദേശങ്ങളിൽ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ ഉതകും എന്ന് പറഞ്ഞ് നടപ്പാക്കി പരാജയപ്പെട്ട് വനം വകുപ്പിൻ്റെ 70-80 ലക്ഷം രൂപ കളഞ്ഞ ഉദ്യോഗസ്ഥർ നമുക്കുണ്ട്. ഇത്തരം ഈ ഉദ്യോഗസ്ഥ സംവിധാനത്തെ കൂടി നിലനിർത്തിക്കൊണ്ട് വേണം, അല്ലെങ്കിൽ അവരെ മൂക്കുകയറിട്ടുകൊണ്ട് വേണം നമുക്കിതിന് പരിഹാരം കാണാൻ. അങ്ങനെ എണ്ണി പറഞ്ഞാൽ കൃത്യമായി സെൻസസ് ഡാറ്റ, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നയരൂപീകരണം, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപ്പാക്കൽ, അതിനുശേഷം ഈ മനുഷ്യരും തമ്മിലുള്ള ഭൂമി കൈകാര്യം ചെയ്യുന്നതിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിച്ചാൽ ഒരു വലിയ പരിധിവരെ നമുക്ക് വനം വന്യജീവി കോൺഫ്ലിക്റ്റുള്ള പ്രദേശങ്ങളിലേക്ക് അവിടുന്ന് ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും. അത്തരത്തിൽ ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുകയാണ് ആവശ്യം. കേന്ദ്ര സർക്കാരിൻ്റെ നിയമത്തിൽ 11-ാം വകുപ്പിൽ കൃത്യമായി പറയുന്നുണ്ട്, ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഉത്തരവിട്ടുകൊണ്ട് വെടിവെച്ച് കൊല്ലാൻ കഴിയും മനുഷ്യർക്ക് അപകടമാണ് എന്ന് തോന്നിക്കുന്ന മൃഗങ്ങളെ. ഒരു സംശയവുമില്ല. ആ അധികാരം ഇപ്പോൾ ജില്ലാ കളക്ടർമാർക്ക് കൈമാറിയിട്ടുണ്ട്, അത് ചെയ്യാൻ കഴിയും. പക്ഷേ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം, ഇതേതെങ്കിലും ഘട്ടത്തിൽ മിസ്യൂസ് ചെയ്യപ്പെട്ടാൽ നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഈ പ്രദേശത്തുള്ള 1000-ഓ 1900-ഓ കടുവകൾ 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ ഇല്ലാതായാൽ ഏതാണ്ട് 10,000 വർഷം ആയിട്ടുള്ളൂ മനുഷ്യൻ കൃഷി തുടങ്ങിയിട്ട്, ഏതാണ്ട് 30 ലക്ഷം വർഷമേ ആയിട്ടുള്ളൂ മനുഷ്യർ ഇരുകാലികളായി ഇവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്, ഏതാണ്ട് 20,000-ഓ 25,000-ഓ വർഷമേ ആയുള്ളൂ മനുഷ്യർ സംസ്കാരമുള്ള ജീവിയായി ജീവിക്കാൻ തുടങ്ങിയിട്ട്, ലക്ഷക്കണക്കിന് വർഷം മുമ്പ് ഈ ഭൂമിയിൽ ജീവിച്ചു തുടങ്ങിയ കാടിൻ്റെ അധിപരായിട്ടുള്ള മനുഷ്യർക്ക് 30% സ്ഥലം, നമ്മൾ മാറ്റിവെച്ചിരിക്കുന്ന സ്ഥലം, അതിനകത്ത് വെള്ളവും ഭക്ഷണവും ലഭ്യമാക്കി കൊടുക്കുന്ന യൂക്കാലിത്തോട്ടങ്ങളും അക്കേഷ്യത്തോട്ടങ്ങളും, അങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെയും വേൾഡ് ബാങ്കിൻ്റെയും നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാട്ടിനകത്ത് നടപ്പാക്കിയ എല്ലാ തെറ്റായ നയങ്ങളും തിരുത്തിക്കൊണ്ട് അവിടെ ഭക്ഷണവും വെള്ളവും ലഭ്യമാക്കുന്ന നടപടികൾ സ്വീകരിക്കണം. ഒറ്റ കാര്യം കൂടി ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രി ഇരിക്കുമ്പോൾ പറയണം തോന്നിയതാണ്. കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ ഒരു സെമിനാറിൽ വെച്ച് KFRAയുടെ ശാസ്ത്രജ്ഞനായിട്ടുള്ള ഡോക്ടർ സജീവ് ഒരു കാര്യം പറയുകയുണ്ടായി. അവരുടെ ഒരു പഠനം, KFRAയുടെ പഠനത്തിൽ പറയുന്നത് ഏറ്റവും കൂടുതൽ മൃഗങ്ങൾ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നതിൻ്റെ ഒരു കാരണം ഉപ്പാണ് എന്നാണ്. ഉപ്പ്, അതായത് ഈ ഉപ്പുള്ള ഭക്ഷണം കഴിക്കുന്ന ഒരു ജീവിയും പിന്നീട് കാട്ടിൽ പോയി ഉപ്പില്ലാത്ത ഭക്ഷണം കഴിക്കുന്നില്ല. ഉപ്പെന്ന് പറയുന്നത് മനുഷ്യർ MDMA കഴിക്കുന്നത് പോലെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഒരു പ്രാവശ്യം ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്കിതിൻ്റെ ടേസ്റ്റിൽ നിന്ന് മാറാൻ പറ്റില്ല. വേവിച്ച ഉപ്പുള്ള ഭക്ഷണം അല്ലെങ്കിൽ വേവിക്കാത്തതായാലും ഉപ്പുള്ള ഭക്ഷണം ആന കഴിച്ചാൽ ആനയ്ക്ക് ഉപ്പുള്ള ഭക്ഷണം തേടി വരും. ഒരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞു. കാരണം മനുഷ്യരുടെ ടേസ്റ്റ് കിട്ടിയാൽ സ്വാഭാവികമായിട്ടും കടുവ വീണ്ടും മനുഷ്യരത്തിന്, ഞാൻ പറയുന്നത് അതിനേക്കാൾ ഉപരിയായിട്ട് ഉപ്പുള്ള ഭക്ഷണം കഴിക്കുന്ന മൃഗങ്ങൾ. അതിരപ്പള്ളിയിൽ ജലവൈദ്യുത പദ്ധതിയുടെ പ്രദേശം, അതായത് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഒരു കേന്ദ്രമന്ത്രി വന്നപ്പോൾ ആനയെ കാണണമെന്ന് ആഗ്രഹം പറയുകയും ഉപ്പ് ചാക്ക് കൊണ്ടുപോയി വെള്ളത്തിൽ വെതറുകയും ആനകൾ കൂട്ടം കൂട്ടമായി വന്ന് അവിടെ നിൽക്കുകയും ഉപ്പ് ഉള്ള വെള്ളം കുടിക്കാൻ വേണ്ടി അവിടെ വന്ന് നിൽക്കുന്ന കേന്ദ്രമന്ത്രിക്ക് അത് കണ്ടിട്ട് തിരിച്ചു പോകാൻ പറ്റുകയും ചെയ്തു. പക്ഷേ മന്ത്രി പോയി കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഈ ആന അവിടെ നിന്ന് പോയിട്ടില്ല. നമുക്ക് ചില ഫോട്ടോഗ്രാഫർമാരെ അറിയാം, കേരളത്തിലെ പ്രസിദ്ധരായ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാർ, നസീർ ഉൾപ്പെടെയുള്ള പലരും ആനയുടെ നല്ല പടങ്ങൾ എടുക്കുന്നത് എങ്ങനെയാണ്? ഉപ്പുള്ള ഭക്ഷണം കൊണ്ടുപോയി വെച്ച് കൊടുത്തിട്ട് ആന അതിന് തിന്നാൻ വരുമ്പോൾ നല്ല സ്ഥലത്ത് പോയിരുന്ന് ഫോട്ടോ എടുക്കുകയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഉപ്പുള്ള ഭക്ഷണം തേടി വരുന്ന ആന തിരിച്ചു പോകാത്ത സ്ഥിതി ഉണ്ടാവുന്നു. ഉപ്പ് സാധാരണ റേഷൻ കടയിലൊക്കെ പുറത്താണ് വെക്കുക. ഇപ്പോൾ ഉപ്പിന് വില കൂടി, പണ്ട് 4 രൂപയ്ക്ക് കിട്ടുമ്പോൾ പുറത്താണ് വെക്കുക. റേഷൻ കടയുടെ പുറത്ത് വന്ന് ഉപ്പ് തിന്നുന്നു, അരി തിന്നുന്നു,
ക്രമേണ നിരന്തരമായി റേഷൻ കടയെ ആക്രമിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ വീടുകളിലേക്ക് ആക്രമിക്കേണ്ടി വരുന്നു. നമ്മൾ അവനെ അരിക്കൊമ്പൻ എന്ന് പേരിട്ട് വിളിക്കുന്നു. ആനയുടെ ഭക്ഷണ രീതി മാറ്റുന്നതിൽ മനുഷ്യരുടെ ഭക്ഷണ രീതിക്ക് വലിയ പങ്കുണ്ട് എന്ന് KFRAയിലെ ശാസ്ത്രജ്ഞർ പോലും പറയുന്നു. ഇത് പരിശോധിക്കപ്പെടേണ്ട ഒന്നാണ്. ലെയ്സ് അല്ലേ, ലെയ്സ് കുർക്കുറെ, ചില പാക്കറ്റിലുള്ള ഭക്ഷണം കിട്ടും നമുക്ക്. നമ്മുടെ വീട്ടിലെ കൊച്ചുങ്ങൾക്ക് ഇത് കൊടുത്താൽ ഒരൊറ്റ പ്രാവശ്യം കൊടുത്താൽ മതി. പിന്നെ വീട്ടിൻ്റെ പുറത്തിറങ്ങുമ്പോൾ പറയും അച്ഛാ അത് വേണം. കാരണം ഈ ടേസ്റ്റ് കൊച്ചുങ്ങളുടെ വായിൽ നിന്ന് ഇത് മാറില്ല. ഇതാണ് ഈ ഉപ്പിൻ്റെ ഒരു സവിശേഷത. ആനകളുടെ ലെയ്സാണ് വാസ്തവത്തിൽ ഈ ഉപ്പുള്ള ഭക്ഷണം എന്ന് അങ്ങനെ ഒരു പഠനമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിശോധിക്കുകയും കാടിൻ്റെ പ്രദേശത്തുള്ള ഈ ലഭ്യത, ഭക്ഷണത്തിൻ്റെ ലഭ്യതയിൽ എങ്ങനെയാണ് ഉപ്പുള്ള പ്രദേശത്തേക്ക് ആന വരാതെ നോക്കാൻ കഴിയുക എന്ന് പരിശോധിക്കുകയും ചെയ്യേണ്ടതാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത്തരത്തിലുള്ളൊരു പ്രശ്നത്തിന് വൈകാരികമായ പ്രതികരണം തോൽക്കുന്നത് അപകടകരമായിരിക്കും. നമുക്ക് വൈകാരികമായ ഏത് വിഷയത്തെയും കത്തിക്കാം, പക്ഷേ വൈകാരികമായ പരിഹാരം സാധ്യമാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ സുചിന്തിതമായ ഫാക്സിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിഹാരമായിരിക്കണം നമ്മൾ നിർദ്ദേശിക്കുന്നതും നടപ്പാക്കുന്നതും. അത് നിയമത്തിൻ്റെ പരിധിക്കകത്തു നിന്നുള്ളതായിരിക്കണം. ഇല്ലെങ്കിൽ സർക്കാർ ഇതിന് പരിഹാരം കാണുന്നില്ല എങ്കിൽ നേരത്തെ ഇവിടെ ശ്രീ സഖാവ് വത്സൻ പനോളി സൂചിപ്പിച്ചതുപോലെ ആളുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥിതി ഉണ്ടാവും, കാട് കത്തിക്കുന്നൊരു സ്ഥിതി ഉണ്ടാവും. അതിലേക്ക് പോകാതിരിക്കാൻ നമുക്കൊരുമിച്ച് ഇതിനൊരു പരിഹാരം കാണാൻ കഴിയട്ടെ. നിയമത്തിന് പരിഹാരം കാണാൻ വൈകിപ്പോയാൽ ആളുകൾ നേരിട്ട് പരിഹാരം കാണുന്നൊരു സ്ഥിതി ഉണ്ടാവും. അത് ഒഴിവാക്കാൻ ഇത്തരം ചർച്ചകൾ ഒരു പരിഹാരമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ച പാർട്ടി സഖാക്കൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്തതായിട്ട് സഖാവ് K. രാജഗോപാൽ, CPI സംസ്ഥാന കമ്മിറ്റി അംഗം, സംസാരിക്കും. പ്രിയപ്പെട്ട സഖാക്കളെ, വിശിഷ്ടാതിഥികളെ, സുഹൃത്തുക്കളെ, നമ്മുടെ ഈ സെമിനാറുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച വിഷയവും അത് സംബന്ധിച്ച് വന്ന ഒട്ടേറെ പഠനാർഹമായ പ്രഭാഷണങ്ങളും ഈ മേഖലയിൽ നമ്മൾ എത്ര ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്നുള്ളതും എത്ര കരുതലോടെ കൃഷിക്കാർ അതിനെ സമീപിക്കണം എന്നുമെല്ലാം നമ്മെ ചിന്തിപ്പിക്കുന്ന വിഷയങ്ങളാണ്. ഇപ്പോൾ പത്തനാപുരം മേഖലയിലും ഈ പറഞ്ഞ എല്ലാ വിഷയങ്ങളും നമുക്ക് നേരിട്ട് ബോധ്യമുള്ളതാണ്. കൃഷിക്കാർക്കായാലും വന്യജീവി ആക്രമണത്തിൻ്റെ പ്രശ്നമായാലും ഇതെല്ലാം. അപ്പം നമ്മുടെ നിത്യ ജീവിതത്തിൽ വളരെ പ്രസക്തമായ ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചത് എന്ന് നമുക്കെല്ലാം അത് ഈ സെമിനാറിന് ഉള്ളൊരു പ്രസക്തി കൂടിയാണ്. അപ്പം ഞാനതിൻ്റെ മറ്റു വിഷയങ്ങളിലേക്കൊന്നും കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ സമയത്ത് തന്നെ ഇത് തുടങ്ങാൻ കഴിഞ്ഞു. മന്ത്രിയും മറ്റ് ഇത് സംബന്ധിച്ച ആധികാരികമായി സംസാരിക്കുന്നതിന് വേണ്ടി നമ്മൾ ക്ഷണിച്ച എല്ലാവരും വന്ന് ചുരുങ്ങിയ സമയം കൊണ്ടാണെങ്കിലും വളരെ കാര്യമാത്ര പ്രസക്തമായി ഈ സെമിനാറിൻ്റെ ഉള്ളടക്കം ഇവിടെ പൂർണ്ണമാക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് വേറെ അതിനെ സംബന്ധിച്ച് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ചർച്ച എന്നുള്ള നിലയിൽ മറ്റ് ഇവിടെ നാട്ടിലുള്ള ആളുകളും സംസാരിക്കണമല്ലോ. അതിൻ്റെ ഭാഗമായി ഞാൻ 2 വാക്ക് സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായും ഗവൺമെൻറ് തലത്തിലും അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിലും ഇത് സംബന്ധിച്ച് ഇനിയും കൂടുതൽ ജാഗ്രതയായ പ്രവർത്തനങ്ങളും തീരുമാനങ്ങളും ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ആ കാര്യത്തിലെല്ലാം ഒരു പോസിറ്റീവായി ഗവൺമെൻറ് ഈ കാര്യങ്ങൾ കാണുന്നു എന്നത് ഉൾക്കൊണ്ടുകൊണ്ട് അതിനോടൊപ്പം സഹകരിക്കാനും മുന്നോട്ട് പോകാനും കഴിയേണ്ടതായിട്ടുണ്ട് എന്ന അഭിപ്രായം രേഖപ്പെടുത്തി ഈ സെമിനാറിൽ പങ്കെടുത്ത ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും. സഹക്കളെ, നേരം ഏറെ വൈകി എന്നുള്ളതുകൊണ്ട് ക്രോഡീകരിക്കുന്ന ഒരു ശ്രമത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമ്മൾ വളരെ വിശദമായി ഈ വിഷയത്തിൻ്റെ
നാനാവശങ്ങൾ ഇവിടെ പരിശോധിക്കപ്പെടുകയുണ്ടായി. ഇത് വളരെ ലളിതമായി പരിഹരിക്കാവുന്നൊരു വിഷയമല്ല എന്ന് നമുക്കൊക്കെ അറിയാം. വൈകാരികമായി സമീപിക്കേണ്ട പ്രശ്നവുമല്ല. വലിയ തോതിൽ നയങ്ങളിൽ മാറ്റം വരേണ്ടതായിട്ടുണ്ട്. നിലവിലുള്ള നിയമസംഹിതയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് കാര്യക്ഷമമായി ചെയ്യാവുന്ന കാര്യങ്ങൾ നടപ്പാക്കേണ്ടതായിട്ടുണ്ട്. വിവിധ വകുപ്പുകളുടെ വലിയ സമന്വയം, യോജിച്ചുള്ള പ്രവർത്തനം അത്യാവശ്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വനം വകുപ്പ്, കൃഷി വകുപ്പ് മാത്രമല്ല, ബന്ധപ്പെട്ട മറ്റ് വകുപ്പുകൾ ഇവയൊക്കെ ഒരുമിച്ച് ചേർന്ന് ഈ പ്രശ്നത്തിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു സംസ്ഥാനതല നയം രൂപീകരിക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും, ഏതൊക്കെ ജീവിവർഗങ്ങളെ എങ്ങനെയാണ് നാം ഈ പ്രശ്നത്തിൽ മാനേജ് ചെയ്യുക, അതിനുവേണ്ടി സ്വീകരിക്കാവുന്ന ശാസ്ത്രീയമായ നടപടികൾ എന്തൊക്കെയാണ്, അത് ഏതൊക്കെ ഏജൻസികൾ സ്വീകരിക്കും എന്നിങ്ങനെ വളരെ വിശാലമായ കൃത്യമായ ഒരു പദ്ധതി നമുക്ക് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. നാം അറിയുന്നത് പോലെ നിരവധി കാരണങ്ങൾ കൊണ്ടാണ് ഈ പ്രശ്നം സംഭവിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, അതുപോലെ അഡ്വക്കേറ്റ് ഹരീഷും അതുപോലെ ബഹുമാനപ്പെട്ട മന്ത്രിയും വത്സൻ പന്നോളിയും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഇതിന് വന്യജീവികൾ നമ്മെ ആക്രമിക്കുന്നു എന്ന വിധത്തിൽ മാത്രമല്ല അതിനെ കാണേണ്ടത്, എന്തുകൊണ്ടത് സംഭവിക്കുന്നു എന്നുള്ള പ്രശ്നം കൂടി പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. കാട്ടിനുള്ളിൽ ഇവർക്ക് കൂടുതൽ ഭക്ഷണവും വെള്ളവും ലഭ്യമാക്കാനുള്ള സംവിധാനം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് വിവിധ സ്പീഷീസുകളിലെ ഈ മൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവയെ വിരട്ടി ഓടിക്കുന്നതിനുള്ള വളരെ നിരുപദ്രവകരമായിട്ടുള്ള സംവിധാനങ്ങൾ, ട്രഞ്ച് ഉൾപ്പെടെയുള്ള വലിയ പ്രതിരോധങ്ങൾ എന്നിങ്ങനെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ ഓരോ പ്രദേശത്തിൻ്റെയും ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളനുസരിച്ച് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവരുടെ പുനരധിവാസം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അവർക്ക് നൽകേണ്ടുന്ന നഷ്ടപരിഹാരം, ഇൻഷുറൻസ് പദ്ധതികളിൽ ഈ പ്രശ്നം എത്രത്തോളം സമഗ്രമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, അത് ചെറിയ തോതിൽ മാത്രമാണ് സൂചിപ്പിച്ചത്, പ്രത്യേകിച്ച് നീലഗിരി ഉൾപ്പെടുന്ന ഈ വനമേഖലയിൽ, ഈ ജൈവ മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത് ഈ വനമേഖലയുടെ മുഴുവൻ ജൈവ വൈവിധ്യം തകർക്കുന്ന അധിനിവേശ സസ്യങ്ങളുടെ ഒരു വലിയ സാന്നിധ്യമാണ്. അത് വനത്തെ സമ്പൂർണ്ണമായി നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഏതോ ഒരു കാലത്ത് എവിടെ നിന്നോ വന്ന് അവിടെ സ്ഥാപിക്കപ്പെട്ട ചില സസ്യങ്ങളാണ്. ഇപ്പോൾ സെന്ന എന്ന് പറയുന്ന കാഷ്യ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു വസ്തു. ഞാൻ ഈ അടുത്ത കാലത്ത് മൈസൂർ പോയിരുന്നു. സത്യമംഗലം കാടുകളിൽ മുഴുവൻ ഈ പറയുന്ന സസ്യമാണ്. ഇതിന് യാതൊരു പ്രയോജനവുമില്ല ആ സസ്യത്തിനെ കൊണ്ട്. അത് വെറും ഒരു കളസസ്യം പോലെ വലിയ തോതിൽ മുറ്റി നിൽക്കുന്ന ഒരു കുറ്റിച്ചെടിയാണ്. അത് ഭക്ഷ്യയോഗ്യമല്ല. അത് സ്ഥലം മെനക്കെടുത്തുന്നതിന് വേണ്ടി മാത്രമുള്ളൊരു സസ്യമാണ്. പക്ഷേ അതിൻ്റെ അതിജീവനശേഷി അപാരമായ അതിജീവനശേഷിയാണ്. അപ്പം അതുകൊണ്ട് ഈ ഫലവൃക്ഷങ്ങൾ, മറ്റ് ഈ മൃഗങ്ങൾക്ക് ആവശ്യമുള്ള സസ്യങ്ങൾ ഇവയൊക്കെ നശിപ്പിച്ചുകൊണ്ട് അത് വളർന്ന് പടരുകയാണ് നമ്മുടെ വനമേഖലയിലാകെ. നമ്മുടെ വനം വകുപ്പിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അത് സമൂലം പിഴുതുകളയുകയും അതിനെ പൂർണ്ണമായും നശിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ഏതാണ്ട് അചിന്ത്യമായിട്ടുള്ള അസാധ്യമായൊരു കാര്യമായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ ആ രൂപത്തിൽ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഭൗതികമായിട്ടുള്ള തടസ്സങ്ങളോടൊപ്പം തന്നെ നമുക്ക് ആധുനിക സാങ്കേതിക വിദ്യകൾ കൂടി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ശ്രമം നടത്തേണ്ടതായിട്ടുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പ്രഭാഷകരൊക്കെയും പറഞ്ഞു. ഞാനതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. നിയമം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അഡ്വക്കേറ്റ് ഹരീഷ് പറഞ്ഞതുപോലെ ഈ പറയുന്ന ഒരു സാധ്യതയും ദുരുപയോഗം ചെയ്യുന്നതിന് ഉള്ള അവസരവും കൊടുക്കേണ്ടതായിട്ട് നമുക്കറിയാവുന്നതുപോലെ ഈ പറയുന്ന മുഴുവൻ വന്യമൃഗങ്ങളും ഒരു മുഴുവൻ ആവാസ വ്യവസ്ഥയുടെ കൂടി ഭാഗമാണ് എന്നുള്ളൊരു തോന്നൽ നമുക്ക് വേണ്ടതായിട്ടുണ്ട്. തികച്ചും ശാസ്ത്രീയമായിരിക്കണം. വലിയ തരത്തിലുള്ള അവബോധം സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഭ്രാന്തൻ ജനതയുടെ വലിയ ആവേശത്തോടു കൂടിയുള്ളൊരു പ്രതികരണം എന്നുള്ള മട്ടിലേക്ക് ഇതിനെ ചുരുക്കി കാണുന്നത് ഭാവിയിൽ അപകടകരമായിട്ടുള്ള പ്രവണതകൾ ഉണ്ടാക്കും എന്നുള്ളത് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സെമിനാർ ഇവിടെ സംഘടിപ്പിച്ച ഇതിൻ്റെ ഭാരവാഹികൾക്ക്
വളരെയധികം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട്, കാരണം അപൂർവമായിട്ടാണ് എനിക്ക് തോന്നുന്നു CPM പോലെ ഒരു പാർട്ടി മാത്രമാണ് ഇത്രത്തോളം പ്രധാനപ്പെട്ട വിഷയങ്ങൾ ആ സമ്മേളനം നടക്കുന്ന ജില്ലയുടെ വിവിധ കോണുകളിൽ മനുഷ്യർക്ക് മനസ്സിലാകുന്ന തരത്തിൽ കൂടുതൽ ബോധവൽക്കരണം നടത്താൻ ഉതകുന്ന തരത്തിൽ സംഘടിപ്പിക്കുന്നത്. ഞാൻ കാസർഗോഡും അതുപോലെ തന്നെ മറ്റു ചില ജില്ലകളിലുമൊക്കെ ഈ സെമിനാറിൻ്റെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പോയിട്ടുണ്ട്. അവിടെ ഓരോ സ്ഥലത്തും വലിയ തോതിലുള്ള ജനാവലിയാണ് ഈ പ്രഭാഷകരെ കേൾക്കുന്നതിനും കാര്യങ്ങൾ പഠിക്കുന്നതിനും വേണ്ടി വരുന്നത്. സമ്മേളനം എന്നുള്ളത് ഒരു വൈജ്ഞാനികമായി വളരെയധികം താല്പര്യമുണർത്തുന്നൊരു പ്രവൃത്തി എന്ന വിധത്തിൽ കൂടി പാർട്ടിക്ക് കാണാൻ കഴിയുന്നത് ചെറിയ കാര്യമല്ല. അത് കേരളത്തിൻ്റെ ഭാവിക്ക് വളരെയധികം അത്യന്താപേക്ഷിതമാണ്. കാരണം ഇവയൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തികച്ചും ശാസ്ത്രീയമായി തന്നെ തിരിച്ചറിയേണ്ട വിഷയങ്ങളാണ് എന്നുള്ളതുകൊണ്ട് ഈ സെമിനാർ സംഘടിപ്പിച്ചതിൻ്റെ സംഘാടകരോടുള്ള നന്ദി, എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. ഈ സെമിനാറിന് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സഖാവ് നജീബ് മുഹമ്മദിനെ ക്ഷണിക്കുന്നു. മലയോര മേഖലയുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ചും നമ്മുടെ പത്തനാപുരം നിയോജകമണ്ഡലത്തിൻ്റെ തന്നെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിഷയത്തിൽ വിവിധ വീക്ഷണകോണിൽ നിന്നുകൊണ്ട്, നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം കാണാനുള്ള ഏകദേശ രൂപം ഉയർന്നു വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ സെമിനാർ പരിപാടി വൻപിച്ച വിജയമാക്കി തീർക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പ്രസാദ് അവർക്ക് വളരെ നേരത്തെ തന്നെ എത്തിച്ചേർന്ന് ഇത് ഉദ്ഘാടനം ചെയ്ത അദ്ദേഹത്തിന് സംഘാടക സമിതിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ച കേരള കർഷക സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി വത്സൻ പനോളിക്ക് പത്തനാപുരം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് നിയമവശവും അതുമായി ബന്ധപ്പെട്ട നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ച് വിശദമായി സംസാരിച്ച അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവന് സംഘാടക സമിതിയുടെ പേരിലുള്ള കൃതജ്ഞതയും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മുഖ്യ പങ്കുവഹിച്ച ഈ ചർച്ച നയിച്ച മോഡറേറ്റർ ശ്രീ ജിജു പി അലക്സ്, അത് പ്ലാനിംഗ് ബോർഡ് അംഗമായിട്ടുള്ള അദ്ദേഹത്തിന് സംഘാടക സമിതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.